മറ്റെല്ലാ ജീവജാലങ്ങളെക്കാളേറെ ധാരാളം വ്യത്യസ്തത കൊണ്ട് മനുഷ്യനെ ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നല്ലാഹു പറഞ്ഞ ആ വ്യത്യസ്തതകൾ കൊണ്ട് അല്ലാഹു ആദരിച്ചതാണ് ഞാൻ ബഹുമാനിച്ച മനുഷ്യൻ ഈ ഭൂമിയിൽ അവസാനം വരെ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ മനുഷ്യവർഗം അവസാനം വരെ ഈ ഭൂലോകത്തുണ്ടാകണം. അവസാനം വരെ അല്ലാഹുവിന്റെ നാമം പറയാൻ. എന്തിനാണ് സഹോദരങ്ങളെ മനുഷ്യനേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള മാവനാശം സംഭവിച്ചപ്പോ ദിനോസറുകളെ കുറിച്ച് പിൽക്കാലത്ത് വരുന്ന ചരിത്ര കൗതുകൾക്കറിയാണ് അതിന്റെ പ്രതിമകളുമായി ലോകത്ത് സ്വാധീനിക്കേണ്ടി വന്നപ്പോ മനുഷ്യൻ മാത്രം അവസാനം വരെ ഈ ഭൂലോകത്ത് നിലനിൽക്കണമെന്ന് അല്ലാഹു തീരുമാനിക്കാൻ കാരണമേതാ? അതാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ലോകം അവസാനിക്കുന്നുവോ ഹത്താ യഖൂലു അല്ലാഹ് ഹൃദയാന്തരാളത്തിൽ നിന്ന് ഈമാനോടുകൂടി അല്ലാഹ് എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയുടെ പുറന്തലിലുള്ളിടത്തോളം കാലം ഈ ലോകം അവസാനിക്കില്ല. ഈ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. അവസാനം വരെ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിപ്പിക്കുന്നത് വരെ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിപ്പിക്കുന്ന രക്ഷിതാവിന്റെ നാമം പറയാൻ എന്റെ അടിമവർഗമായ മനുഷ്യൻ ഈ ഭൂലോകത്ത് നിലനിൽക്കണമെന്ന് അല്ലാഹുവിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് വംശനാശം സംഭവിച്ചു പോകാതിരിക്കാൻ അല്ലാഹു വിവാഹം എന്ന പവിത്രമായ കർമ്മത്തെ അവന് വ്യവസ്ഥാപിതമായിട്ട് അല്ലാഹു നിലനിർത്തി കൊടുത്തത്. ഈ മനുഷ്യൻ വിവാഹം കഴിക്കണം. അവനെങ്ങനായി സമൂഹത്തിൽ ജീവിക്കേണ്ടവനല്ല. വിശ്വാസി ബ്രഹ്മചാരിയല്ല. ബ്രഹ്മചാരി എന്റെ ചരിയിൽ നിന്ന് വെളിയിലേക്ക് പോയവനാണ്. അവനെ ഞാൻ നാളെ പരലോകത്ത് കാണുമ്പോ തിരിച്ചറിയില്ലെന്ന് ഈ സമുദായത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ നായകനായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാരണമെന്താ? ഈ മാനവരാശി അവസാനം വരെ നിലനിൽക്കണമെന്ന് മാത്രമല്ല, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വിവാഹമെന്ന പവിത്രമായ കർമ്മത്തെ മുഴുവൻ ലഘൂകരിക്കുന്ന, അതിനെ സാധാരണവൽക്കരിക്കുന്ന എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പവിത്രമായി ലോകത്തോട് പറഞ്ഞ ഒരു വിവാഹത്തിലൂടെ ഒരു പെണ്ണ് നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നാൽ ഭാര്യ ഭർത്താവ്, അതിലൂടെ പിന്നെ ഉണ്ടാകുന്ന മക്കൾ, ആ മക്കളിലൂടെ ഉണ്ടാകുന്ന ചെറുമക്കൾ, ഈ കുടുംബ ബന്ധം ഇവിടം കൊണ്ട് അവസാനിക്കാനുള്ളതല്ല. വളരെ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ പ്രതിസാരമായ ഒരു വിഷയം പ്രതിപാദിക്കേണ്ട ആകസ്മികതയുടെ നടുവിലിരുന്നു കൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുക. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തെ നിശ്ചയിച്ചിരിക്കുന്നത് ഇവിടത്തേക്ക് മാത്രമല്ല. നിന്റെ കിടപ്പറയിൽ പാതിരാ സമയത്ത് നിന്റെ ശരീരത്തിന്റെ ചൂടും പകർന്നു നൽകുന്ന ഒരു പെണ്ണിനെ ഒരു ഭാര്യ അല്ലാഹു നിനക്ക് നൽകിയാൽ ആ ഭാര്യയെ തലാഖെന്ന 3 അക്ഷരം കൊണ്ട് നിനക്ക് തോന്നുമ്പോൾ വെറുപെടുത്താനല്ല. കുടുംബ ബന്ധങ്ങൾ ഒരു കോടതി വരാന്തയിൽ അവസാനിക്കേണ്ടതല്ല. ഭാര്യ ഭർത്തൃബന്ധം ചില്ലറ ഇണക്ക പിണക്കങ്ങളുടെ ഇടയിൽ പാതിവടിയിൽ നിർത്താറുള്ളതല്ല. അല്ലാഹു പറയുകയാ, നാളെ പരലോകം ഈ ഖിയാമത്ത് നാളെ സംഭവിച്ചിട്ട് ഈ ഭൂമി മുഴുവനെ തകർത്ത തരിപ്പണമായി നാളെ പരലോകം യാഥാർത്ഥ്യമാകുമ്പോ നാളെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് അല്ലാഹു മുത്തഖീങ്ങളെ മാടി വിളിക്കുമ്പോ ആ മാടി വിളിക്കുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകേണ്ടവർ വല്ലദീന യസിലൂന മാ പരസ്പരം ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ ഏതൊക്കെയുണ്ടോ ആദ്യമായി ശ്രദ്ധിച്ചു കേൾക്കണേ. അല്ലാഹു പറയുകയാ, നാളെ സ്വർഗലോകത്താണ് കുടുംബം ഒരുമിച്ച് തരേണ്ടത്. വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അയ്യുസലാ. അല്ലാഹു കൂട്ടിച്ചേർത്ത് തരികയും ആ കൂട്ടിച്ചേർത്ത ബന്ധത്തെ നിങ്ങൾ തരം താഴ്ത്തി കളയരുത്, ആ ബന്ധത്തെ നിങ്ങൾ തകർത്തെറിയരുത് എന്ന് അല്ലാഹു കൂട്ടിച്ചേർത്ത് തന്ന അല്ലാഹുവോട് കൂട്ടിച്ചേർത്ത് തന്നത്. 25 വയസ്സ് നിനക്ക് പ്രായപൂർത്തിയാകുമ്പോ ഏതോ നാട്ടിൽ ജീവിച്ച 18 വയസ്സുകാരി പെണ്ണിനെ നിന്റെ ജീവിതത്തിലേക്ക് ഇണയായി കൂട്ടിച്ചേർത്തത് നിന്റെ അല്ലാഹുവാ. അതൊരു ദല്ലാളിന്റെ കഴിവല്ല, അത് കണ്ടുപിടിച്ച വാപ്പയല്ല. ആ ബന്ധത്തെ ചേർത്ത് തന്നതാരാ? ഒരു മനുഷ്യൻ അവന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിന് 4 മാസം പ്രായമുള്ളപ്പോ ഗർഭധാരണം നടക്കുമ്പോൾ 1 സ്പൂൺ ദ്രാവകമുള്ള വലിപ്പമുള്ള പൂർണ്ണ ഗർഭിണിയാകും
എത്തുമ്പോൾ 4 ലിറ്റർ വെള്ളം കൊള്ളാം വലിപ്പത്തിന് വ്യാപ്തിയുള്ള മാതാവിന്റെ ഗർഭാശയം എന്ന നിന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ ലോകത്ത് നീ കിടക്കുമ്പോ 4-ാം മാസത്തിൽ അല്ലാഹു ഒരു മാലാഖയെ പറഞ്ഞു വിടും. ഇതൊന്നും മുഹമ്മദ് കബീർ വെറുതെ പറയുന്നതല്ല. റവാഹു ബുഖാരി, ഇമാമുന ബുഖാരി റളിയല്ലാഹു തആല റിവായത്ത് ചെയ്ത ഹദീസാ. ആ വരുന്ന മലക്ക് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നീ ഇരിക്കുമ്പോ നിനക്ക് 4 മാസം പ്രായമുള്ളപ്പോ ആ മലക്ക് വന്നവ കത്തബലകൾ നിന്റെ റിസ്ക് എത്രയാണ്, നിന്റെ അവധി എത്രയാണ് എന്ന് വരെയാണ് ഭൗതിക ലോകത്തിന്റെ നിന്റെ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ എത്രയാണ് രേഖപ്പെടുത്തേണ്ടതെന്ന് നിന്റെ രേഖയാ മലക്കുകളെ രേഖപ്പെടുത്തുമ്പോ ആ സമയത്ത് ഗർഭാശയത്തിൽ കിടക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ നിന്റെ പെണ്ണാരാണ്, നിന്റെ ഭാര്യ ആരാണ്? മാതാവിന്റെ ഗർഭാശയത്തിന് 4 പെൺകുട്ടിയാണെങ്കിൽ നിന്റെ ഭർത്താവാരെന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിന് 4 മാസം പ്രായമുള്ളപ്പോ ആകാശ ലോകത്തു നിന്ന് അല്ലാഹുവിന്റെ അനുമതിയോടെ വരുന്ന മലക്കുകളെ രേഖപ്പെടുത്തിയതാണ്. അവസാനം പിന്നെ നിന്റെ ഉമ്മ പ്രസവിച്ചു. ഈ ജീവിതത്തിന്റെ ഗതിവിഗതികളുടെ ചംക്രമണ കാലചക്രത്തിന്റെ ഇടയിലൂടെ കറങ്ങി 25 വയസ്സ് പ്രായമാകുമ്പോ ചങ്ങനാശ്ശേരി പഴയ പള്ളിയുടെ മിമ്പറിന്റെ താഴ്ഭാഗത്ത് വെച്ച് പള്ളിയിലെ ഇമാമ് നിന്റെ കൈയിലേക്ക് പിടിച്ചിട്ട് എന്നാ ജീവിതത്തിൽ കൂട്ടിമുട്ടുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വിവാഹബന്ധത്തിന്റെ പവിത്രത അറിയാതെ വിവാഹചന്തയിലും മത്സര ബുദ്ധിയോടെ കോടികളെറിഞ്ഞ് പകട കളിക്കുന്ന സമുദായത്തിന്റെ വിവാഹത്തിന്റെ ആർഭാട ആനന്ദ ഉല്ലാസ കച്ചവട ഭോഗത്തിന്റെ നടുവിൽ എന്താണ് വിവാഹമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആധുനിക സമുദായത്തോട് ഞാൻ പറയാ, അല്ലാഹു തീരുമാനിച്ചത് നടപ്പാക്കുന്നതാണ് വിവാഹം. ഇത് തീരുമാനിച്ചത് നിന്റെ റബ്ബാ. വല്ലദീന യസിലൂന മാ അമറല്ലാഹ്, അല്ലാഹു കൂട്ടിച്ചേർന്ന് തന്ന ബന്ധത്തെ മരണം വരെ ഭാര്യ ഭർത്താക്കന്മാരായി പൊരുത്തത്തോടെ ജീവിക്കുകയും അവസാനം മരിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ പറയുന്നത് അഹ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറയുകയല്ല. ഇത് സൂറത്ത് ഹൂദാണ്, ഇത് സൂറത്ത് റഅദാണ്. അല്ലാഹു പറയുകയാ, അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടെ ജീവിച്ചു അവരുടെ മക്കളുമായി കുടുംബത്തിൽ ജീവിച്ച് സന്തോഷത്തോടെ മരിച്ചുപോയവർ ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സറഹ മിൻ ആബാഇഹിം വഅസ്വാദിഹിം വദുർരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. ഖുർആനാണ്. അല്ലാഹു പറയുകയാ, അങ്ങനെ സന്തോഷത്തോടെ ഒരു കുടുംബമായി ജീവിച്ചിട്ട് മരിച്ചുപോയാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ, നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലൊരു തോട്ടമുണ്ട്. ആ തോട്ടത്തിന്റെ പേര് ഏദൻ തോട്ടം എന്നാണ്. ജന്നാത്തു അദ്നിൻ, ഏദൻ തോട്ടം എന്നാണ് മലയാളത്തിൽ പറയാ. അതുകൊണ്ട് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു മാതിരി ചെറിയ ഒരു ലളിതവൽക്കൃതമായി നമ്മുടെ സമൂഹത്തിൽ മാറിയിട്ടുണ്ട്. വിവാഹം എന്നത് ഖുർആൻ പറഞ്ഞത് ഈ ഭൂമിയിൽ പാതിരാത്രി നിങ്ങൾക്ക് പരസ്പരം കലഹിക്കാനും കലഹം കഴിഞ്ഞാൽ പിന്നെ ഇണങ്ങാനും ഇണക്കം കഴിഞ്ഞ് പിണങ്ങാനും പാതിപടിയിൽ വേണ്ടെന്ന് തോന്നിയാൽ ചപ്പുചവറും മാലിന്യം ഉപയോഗിക്കുന്ന ലാഘവത്വത്തോടെ വലിച്ചെറിയാനുള്ളതല്ല കുടുംബ ബന്ധം. അല്ലാഹു ചേർത്ത് തന്ന ഭാര്യയുടെ കൈ പിടിച്ച് അതിലൂടെ ജനിച്ച മക്കളുടെ കൈ പിടിച്ചിട്ട് നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ വാതിൽ ഞാൻ തുറന്നിടുമ്പോ സ്വർഗത്തിലെ ഏറ്റവും നല്ല തോട്ടം ആ തോട്ടമാണ് ഏദൻ തോട്ടം. എവിടെയാണ് പോകേണ്ടത്? എടീ പെണ്ണെ, റിയാലിറ്റി ഷോയിൽ 1-ാം സ്ഥാനം നേടിയിട്ട് കാക്കനാട് അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയുടെ മാദക സൗന്ദര്യം 4-ാം നിലയിൽ തിളക്കുന്ന ഫ്ലാറ്റിൽ പോയി മലന്ന് കിടക്കാനല്ല. അല്ലാഹു പറയുകയാണ്, ഇപ്പൊ ഭാര്യ ഭർത്താവും കൂടി ചാനലിൽ പോയിട്ട് തുണിയില്ലാതെ ആടുക. കാരണം 1 കോടിയുടെ ഫ്ലാറ്റ് കിട്ടും. ഏറ്റവും വലിയ ഗുണം എന്താ? ഇപ്പൊ ഓരോ ഭാര്യക്കും ഭർത്താവിനും ആകെയുള്ള ദുആ. ഈ അടുത്ത സമയത്ത് ഒരു മുസ്ലിം കുടുംബത്തിലെ ഭാര്യക്കും ഭർത്താവ് ചാനലിൽ 1-ാം സമ്മാനം കിട്ടി. അതിന്റെ ഫൈനലിന്റെ അന്ന് ആ പെണ്ണിന്റെ ഉമ്മ സുന്നത്ത് നോമ്പ് പിടിച്ചെന്നാ പറയാ. ഞാൻ ഇത് വെറുതെ പറയണല്ല. അയാൾ ആ കിട്ടിയ പിന്നീട് പറയാം. ആ തന്റെ മകനും മരുമകളും അവരാരാ ദീനിയായ കുടുംബത്തിൽ
കൊച്ചിയിൽ ദീനീയ ഷോയിൽ 1ാം സ്ഥാനം ഫൈനൽ നടക്കുക. മോന് മരുമക്കളുടെ അത് കിട്ടാൻ വേണ്ടി ഉമ്മ സുന്നത്ത് നോമ്പ് പിടിച്ചു. എങ്ങനെയുണ്ട് കഥ? എങ്ങനെയുണ്ട് കഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താ ഈ ദീനിന്റെ ഒക്കെ അടിസ്ഥാനം? ഞാൻ പറയുന്നത് ഈ മനുഷ്യന് വല്ലാതെ എന്തൊക്കെ ബാധിച്ചു കളഞ്ഞിരിക്കുന്നു. ഭാര്യ, ഭർത്താവ്, മക്കൾ എന്ന ബന്ധത്തിന്റെ പവിത്രത അറിയില്ല. നിസ്കാരമുണ്ടോ? ഉണ്ട്. നോമ്പുണ്ടോ? ഉണ്ട്. ഹജ്ജുണ്ടോ? ഉണ്ട്. തൊപ്പിയുണ്ടോ? ഉണ്ട്. താടിയുണ്ടോ? ഉണ്ടോ. അടയാളമുണ്ടോ? എല്ലാം ഒരു സിംബോളിക്കായി എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അപ്പോഴും അള്ളാഹു തന്ന ബന്ധത്തിന്റെ പവിത്രത എന്താണ് നമുക്കറിയില്ല. എന്നോട് ആർക്കും പരിഭവം തോന്നേണ്ട കാര്യമില്ല. ഇയാൾ ആദ്യമായിട്ട് ചങ്ങനാശ്ശേരി വന്നിട്ട് ഇമാതിരി വർത്താനം പറയാൻ എന്താന്ന് തോന്നണ്ട. ഞാനൊരു പ്രബോധകനാണ്. ഈ മുരീദു ഇല്ലൽ ഇസ്ലാഹ വസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ്. അതാണ് നമ്മുടെ മുമ്പിൽ. അല്ലാഹുവിന്റെ ദീൻ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടേക്കാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഇഷ്ടപ്പെട്ടവർ സ്വീകരിക്കാം, ഇഷ്ടപ്പെടാത്തവർ കല്ലെറിയാം. ആ കല്ലെറിയുന്നവരോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അത് കല്ലെറിയുന്നവർ കല്ലെറിയുക തന്നെ ചെയ്യും. കാരണം കല്ലെറിയുന്നവരുടെ സമൂഹത്തെയാണ് കല്ലെറിയുന്നവർ അങ്ങനെ തന്നെ കല്ലെറിയും. അവരോട് പിന്നെ മറുപടി പറയാൻ നമുക്ക് സമയമില്ല. കാരണം അവർക്കറിയാൻ പറയുന്നത് സത്യമാണ്. കല്ലെറിയാൻ തീരുമാനിച്ചവർ എറിഞ്ഞേ പറ്റൂ. പണ്ട് പുലിയും കഴുതയും തമ്മിലൊരു തർക്കമുണ്ടായി. പച്ചപ്പുല്ല് നോക്കിയിട്ട് കഴുത പറഞ്ഞു പുല്ലിന്റെ നിറം ചുവപ്പാണ്. അപ്പൊ പുലി പറഞ്ഞു പുല്ലിന്റെ നിറം പച്ചയാണ്. രണ്ടുപേരും തമ്മിൽ തർക്കമായി. ഇതിന് നിറം പച്ചയാന്ന് ലോകത്തെല്ലാവർക്കും അറിയില്ലു. തർക്കമൂത്ത് രാജാവായ സിംഹത്തിന്റെ മുമ്പിലെത്തി. സിംഹം രണ്ടുപേരോട് ചോദിച്ചു എന്താ പ്രശ്നം? അപ്പോ പുലി പറഞ്ഞു, കഴുത പറഞ്ഞു പുല്ലിന്റെ നിറം ചുവപ്പാണ്. അപ്പൊ പുലി പറഞ്ഞു അല്ല, പുല്ലിന്റെ നിറം പച്ചയാണ്. അവസാനം ഇത് രണ്ടും കേട്ടിട്ട് അവസാനം രാജാവായ സിംഹം പറഞ്ഞു പുലിക്ക് ചാട്ടവാർ കൊണ്ട് 10 അടി കൊടുക്കാൻ പറഞ്ഞു. അല്ലാതെ നിരാശയോടെ പുലി ചോദിച്ചൊരു ചോദ്യമുണ്ട്, രാജാവേ ഈ പുല്ലിന്റെ നിറം പച്ചയാന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ഈ കഴുത ചുവപ്പാന്ന് പറഞ്ഞപ്പോ അതിനെ അംഗീകരിച്ചിട്ട് നിങ്ങൾ പച്ചയാന്ന് സത്യം പറഞ്ഞ് എന്നെ നിങ്ങൾ ചാട്ടവാറ് കൊണ്ടടിക്കുന്നു, ഇതെന്ത് ന്യായം എന്ന് ചോദിച്ചപ്പോ സിംഹം പറഞ്ഞ മറുപടി ഇതെല്ലാത്തിനും ഒറ്റ ജാമ്യമാന്യമായ മറുപടിയായിട്ട് ഞാൻ പറയാം. അപ്പൊ സിംഹം പറഞ്ഞു പുലിയോട്, ഈ കാണുന്ന പുല്ലിന് നിറം പച്ചയാന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. പിന്നെ ഈ വിവരമില്ലാത്ത കഴുത ചുവപ്പാന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ കഴുതയോട് തർക്കിക്കാൻ പോയി? നിന്റെ വിലപ്പെട്ട സമയം ആ വിവരമില്ലാത്ത വില കുറഞ്ഞ കഴുത അതിന് ചുവപ്പാന്ന് പറഞ്ഞപ്പോ എന്തിനാണ് നിന്റെ വിലപ്പെട്ട സമയം ഈ കഴുതയോട് തർക്കിച്ചിട്ട് നീ കളഞ്ഞതെന്താ? ആ സമയത്ത് നിനക്ക് എത്രയൊക്കെ നല്ല കാര്യം പറയാമായിരുന്നു, എത്രയൊക്കെ നല്ല കാര്യം ചെയ്യാമായിരുന്നു. അതുകൊണ്ട് വിവരം കെട്ട കഴുത പുല്ല് പച്ചയാന്നറിഞ്ഞിട്ടും വിവരം കെട്ട കഴുതകൾ ചുവപ്പാന്ന് പറയുമ്പോ എന്തിനാണ് നിന്നെ പോലെയുള്ളവർ ആ വിവരമില്ലാത്തവൻ പറയുന്നത് കേട്ടിട്ട് നിന്റെ സമയം വിലപ്പെട്ടതല്ലേ, അതുകൊണ്ട് നല്ലത് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞ രാജാവായ സിംഹത്തിന്റെ കഥയാണ് എനിക്ക് ഓർമ്മ വരിക. അതുകൊണ്ട് ഇത് പറയുമ്പോഴും റിയാലിറ്റി ഷോയുടെ കാര്യം പറയുമ്പോഴും ഇതിന്റെ ഉള്ളുകളി അറിയാവുന്ന പല ആളുകളും മുമ്പിലിരുന്ന് ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിലൊരു ബന്ധമെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ. ഇന്ന് നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭാര്യയ്ക്കും ഭർത്താവിനും ദുനിയാവാണ് പ്രശ്നം. കാരണം എന്താ? ഇന്ന് ഞാൻ അതിന്റെ പിന്നീട് അതിന്റെ അവസ്ഥയിലേക്ക് വരാം. നിങ്ങളെ കൊണ്ട് ശിർക്ക് പറയിപ്പിച്ചിട്ട് പോലും 7 മണിക്ക് ചാനലുകാരനാണ് നിങ്ങൾ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ കേട്ടിട്ട് ഒരാൾക്കും ബോധം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ബോധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അപ്പോഴേ ആമീൻ പറയില്ലോ. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹമെന്ന ബന്ധത്തിലൂടെ ഒരാണിനെയും പെണ്ണിനെയും ഭാര്യ ഭർത്താക്കന്മാരായി അള്ളാഹു ഒരുമിച്ച് കൂടുമ്പോ അള്ളാഹു പറയുകയാ, ഇണക്കങ്ങളും പിണക്കങ്ങളും പരാതികളും പരിഭവങ്ങളും പരിദേവനങ്ങളും പരിതാപങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ പട്ടിണി പാവങ്ങളായി പതിതരായി ഭൗതിക ലോകത്തിന് ജീവിക്കുമ്പോ ആ ഭൗതികമായ ജീവിതത്തിന്റെ സുഖരസങ്ങളല്ല നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ ജന്നാത്തു അദ്നിനി യദ്ഖുലൂനഹാ. അല്ലാഹു പറയുകയാ, ജന്നാത്തു അദ്നിൻ ഏതെന്തോട്ടം നിനക്കുള്ളതാ. ഈ ചങ്ങനാശ്ശേരി വിനീതന്റെ പ്രഭാഷണം കേൾക്കാൻ പറ്റിയ ഓരോ ഭാര്യ ഭർത്താക്കന്മാരോട് പണച്ചറപ്പിന്റെ വാഗ്ദാനമേതാ? നിങ്ങൾക്കാണ് ഏതൻ തോട്ടമെന്ന സ്വർഗമഴുകത്. ഏതാ ഏതൻ തോട്ടം? المؤمنين والمؤمنات جنات عدن تجري من تحتها الأنهار
വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്ൻ. ഏദൻ തോട്ടം ഏതാണ് ചോദിച്ചാൽ അല്ലാഹു അതിനെക്കുറിച്ച് നല്ല വിവരണം നടത്തുന്നുണ്ട്. അല്ലാഹുവിൽ പൂർണ്ണമായി വിശ്വസിച്ച മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും, അതായത് ഭാര്യയും ഭർത്താവും, അവർക്ക് വേണ്ടി ഞാൻ കാത്തുവച്ചിരിക്കുന്നത് ജന്നാതു അദ്നിന് ഏദൻ തോട്ടമാ. ആ ഏദൻ തോട്ടത്തിന്റെ രൂപകൽപ്പനയെ കുറിച്ച് പറയുമ്പോ കാക്കനാടോ എറണാകുളത്തോ ഉള്ള അറബിക്കടലിന്റെ റാണിയെ തടിയെ തലോടിക്കൊണ്ട് പശ്ചിമ ചക്രവാളത്തിൽ നിന്ന് മന്ദമാരുതൻ കടന്നു വരുമ്പോ പ്രഭാതത്തിൽ ഉറക്കത്തിന്റെ കരിമ്പടത്തിൽ നിന്ന് ശീതീകരിച്ച റൂമിൽ നിന്ന് ചാടിയെഴുന്നേൽക്കുമ്പോ ജനാല വിരികൾ മാറിപ്പിടിക്കുമ്പോ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് മെല്ലെ മുഖം പൊന്തി വരുന്ന അസ്തമനത്തിൽ ഉദയ സൂര്യന്റെ അരുണകിരണങ്ങളെ കാണാൻ, നയനാനന്ദകരമായ കാഴ്ചകൾ കാണാൻ, കായൽ പരപ്പിലൂടെ നടന്നു പോകുന്ന കൊച്ചു വള്ളങ്ങളുടെ മുകളിലൂടെ പാട്ടുമാടി തഴുകി പോകുന്ന പ്രാവിൻ കൂട്ടങ്ങൾ പറന്നു പോകുന്ന കാഴ്ച കാണാൻ, ഒരു ഫ്ലാറ്റിന് വേണ്ടി അല്ലാഹുവിന്റെ ദീനിനെ വിട്ടുതുരച്ച പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ, നാളെ നിങ്ങൾക്ക് ആ ഫ്ലാറ്റ് നിങ്ങൾക്ക് കിട്ടിയാലും എത്ര നാൾ അതിൽ താമസിക്കാൻ കഴിയുക, എത്ര നാളാണ് അതിൽ സുഖിക്കാൻ കഴിയുക? പടച്ചറപ്പ് പറയുകയാ, ജന്നാതു അദ്നിൻ തജ്രീ മിൻ തഹ്തിഹാൽ അൻഹാർ. പച്ചപ്പരവതാനി വിരിച്ച പുൽമേടുകളുടെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട താഴ്വാരത്തിലൂടെ സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലുസ് പോലെ തടം തമ്മിയാത്തൊടുക്കുന്ന അരുവികൾ പാഞ്ഞൊടുക്കുന്ന ഒരു സുന്ദരമായ പച്ചപ്പരപ്പിന്റെ മുകളിൽ നിങ്ങൾക്ക് ഞാൻ ഒരുക്കി വച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല വില്ലകളാണ്. ഇത് അഹമ്മദ് കബീർ വെറുതെ അർത്ഥം വെച്ച് പറയുന്നതല്ല. സുന്ദരമായ ഊട്ടിയുടെ ഹരിതാഭമായ പകലിൽ മഞ്ഞുകണങ്ങൾ രാവിലെ സുപ്രഭാതത്തിൽ കൊച്ചു പച്ചപ്പുല്ലുകളോട് പണയത്തിന് മുത്തം കൊടുക്കുന്ന ഊട്ടിയിൽ നാം കാണുന്നത് പോലെ മൊട്ടക്കുന്നുകളുടെ മുകളിൽ സുന്ദരമായൊരു വീടിന്റെ ഉള്ളിൽ ഓരോ ഭാര്യക്കും ഭർത്താവിന് ഞാൻ അവസരം നൽകാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ നീ അതിൽ പ്രവേശിപ്പിക്കണേ തമ്പുരാനെ. ഈ ദുനിയാവിലെ ജീവിതം ഒരു ജീവിതമല്ല. ഈ ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അഖല്ലു മിനൽ ഖലീലി. ഈ ദുനിയാവിലെ വീടുകളൊന്നും ഒരു വീടുകളല്ല. ഈ ദുനിയാവിലെ സമ്പത്തൊരു സമ്പത്തല്ല. ഈ ദുനിയാവിലെ പ്രശസ്തി ഒരു പ്രശസ്തിയല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, 40 വർഷമായി 400ഓളം സിനിമകൾ അഭിനയിച്ച ടി മാധവൻ എന്ന കേരളത്തെ അത്ഭുതപ്പെടുത്തിയ തിരക്കഥാകൃത്ത സിനിമാ സംവിധായകനെ, സിനിമാ നടരും അവരിന്ന് എവിടെയാ താമസിക്കുക? കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടതല്ലേ, 40 വർഷക്കാലം തന്നെ അഭിനയത്തിന്റെ സ്ഥിതി കൊണ്ട് കേരളത്തിന്റെ സിനിമാ തിയേറ്ററുകളിൽ കരുത്തുറ്റ കഥാപാത്രങ്ങളെ സമ്മാനിച്ച ടി മാധവന്, അയാൾ പത്തനാപുരത്ത് വൃദ്ധസങ്കേതത്തിൽ ഒരാളും ഏറ്റെടുക്കാനില്ലാതെ സ്വന്തം ഭാര്യ അയാളോട് 30 വർഷമായിട്ട് പിണങ്ങിക്കഴിയുകയാ. സ്വന്തം മകൻ 30 വർഷമായി പിണങ്ങിക്കഴിയുകയാ. ആ മനുഷ്യൻ നിരാശനായി 40 വർഷത്തോളം നല്ല കുടുംബനാഥനായി, നല്ല ഭർത്താവായി, നല്ല രാഷ്ട്രീയക്കാരനായി കേരളത്തിന്റെ അപ്രവാദികളെ 2.5 മണിക്കൂർ നിന്റെ അത്ഭുതത്തിന്റെ മായാലോകത്തേക്ക് കടത്തിക്കൊണ്ടുപോയ ടി മാധവൻ കഴിഞ്ഞ മാസം പോയി. അയാൾ ജീവിതത്തിൽ നിരാശനായി 30 വർഷമായി തന്റെ ഭാര്യയുടെ ചാരത്ത് പോകാട്, തന്റെ മകന്റെ അപ്പ എന്ന വിലകളെ കേൾക്കാട്, അവസാനം ഹരിദ്വാറിൽ പോയി ശരീരം കുടഞ്ഞ് താഴെ വീണിട്ട് അവിടെ നിന്നേറ്റ് പത്തനാപുരത്തെ ഗാന്ധി ഭവന്, ഇവിടെ നിന്ന് വെളിപ്പാടുകരെയുള്ള പത്തനാപുരത്തെ ഗാന്ധി ഭവന് ആ മനുഷ്യൻ ഒറ്റക്കാണ് താമസിക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ 40 വർഷം സിനിമാ ലോകത്തെ കിടുകിടാവിറപ്പിച്ച ടി മാധവന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വൃദ്ധസദനത്തിൽ കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ മകൻ ബോളിവുഡിലെ ഏറ്റവും നല്ല സൂപ്പർ സംവിധായകനാ. ആ മനുഷ്യന്റെ മകന് ബോളിവുഡിലെ കോടികൾ പ്രതിഫലം മാറിക്കുന്ന സൂപ്പർ ഡയറക്ടറാണ്. പിതാവോ ഗാന്ധി ഭവനിലെ വൃദ്ധസങ്കേതത്തിലെ അടയാളമായി മാറി. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഈ ദുനിയാവ് ചരന്തിയുടെ വല പോലെയാ. സ്വപ്നങ്ങൾ നീ
വീടുണ്ടാക്കുമ്പോ, മക്കളുടെ കാര്യത്തിൽ സ്വപ്നം കാണുമ്പോ, മക്കളുടെ കാര്യത്തിൽ 1000 സ്വപ്നങ്ങൾ കൂട്ടുമ്പോ, ഇന്നലെ ഞാൻ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലാണ് എന്റെ പ്രസംഗം നടക്കുക. അവിടെ നിന്ന് ഞാൻ നേരെ യഥാർത്ഥത്തിൽ ഇന്നലെ കോട്ടക്കൽ പ്രസംഗിച്ചിട്ട് ഇന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പ്രസംഗം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകേണ്ടത്. ആ ഷെഡ്യൂൾ ഇന്നലെ പൊടുന്നനെ ഞാൻ മാറ്റി കോട്ടക്കൽ നിന്ന് രാത്രിയിൽ വീട്ടിലെത്തി സുബഹിക്ക് സമയത്ത്. അവിടെ നിന്ന് വീണ്ടും 10-100 കിലോമീറ്റർ തിരിച്ചിങ്ങോട്ട് ഓടി. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ഇതിനീടെ നേതൃത്വം നൽകുന്ന ഒറ്റപ്പാലത്ത് ഹിഫ്ളുൽ ഖുർആനിൽ എറണാകുളം ജില്ലയിലെ കൊച്ചിയിലുള്ള ഒരു ഉമ്മ എന്നെ കാണാനെത്തി. അവരുടെ കൂടെ സ്ഥിരമായിട്ട് എന്റെ വാതിൽ നടക്കുന്ന ആളുകളുണ്ട്. 6666 കയ്യിൽ ഒതുക്കി പിടിച്ചിട്ട് ആ ഉമ്മ വന്നിട്ട് ഉസ്താദേ ദുആ ചെയ്യണം. എന്താ 2 കിഡ്നിയും തകരാറിലാണ്. ഇന്നലെ ടെസ്റ്റിൽ പറഞ്ഞു ഇനി ഡയാലിസിസ് ചെയ്യണമെന്നാ പറഞ്ഞത്. ഞാൻ സ്വാഭാവികമായി ചോദിച്ചു ഷുഗർ ഉണ്ടായിരുന്നോ? ഇല്ല. ആ ഉമ്മ ചോദിച്ചു 2 കിഡ്നിയും തകരാറിലാവാനുള്ള കാരണം ഏതാ? അവര് പറഞ്ഞു എന്റെ പ്രഷറുകളില്ല. ഷുഗർ ഉണ്ടായിരുന്നു, ഷുഗർ ഇല്ല. പിന്നെന്താന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത് ഉസ്താദേ എന്റെ ഭർത്താവ് 12 വർഷം മുമ്പ് മരണപ്പെട്ടു പോയി. ഞങ്ങൾക്ക് ആകെയുള്ളതൊരു പെണ്ണുമോളാ. 17ാമത്തെ വയസ്സ് വരെ എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയാ. എന്റെ പെണ്ണുമോളെ ഞാൻ എന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷയായി 5ാമത്തെ വയസ്സിൽ എന്റെ മോളെ എന്റെ കയ്യിലേൽപ്പിച്ചിട്ട് ഭർത്താവ് പോയി. 17 വയസ്സ് വരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച മോൾ 17ാമത്തെ വയസ്സായപ്പോ അവരുടെ കല്യാണം അന്വേഷിച്ചിട്ട് അവരുടെ മാതൃ സഹോദരങ്ങൾ കല്യാണം ഉറപ്പിച്ചു. വിവാഹത്തിന്റെ തലേ ദിവസം രാത്രിയിൽ തൊട്ടടുത്ത ഹൈന്ദവ ചെറുപ്പക്കാരന്റെ കൂടെ എന്റെ 17 വയസ്സായ പെണ്ണുമോൾ ഇറങ്ങിപ്പോയി. ഇന്നവൾക്ക് 2 മക്കളായി. അന്ന് മുതൽ എന്റെ ശരീരത്തിന് ടെൻഷൻ കൂടിയടാ. അന്ന് മുതൽ പ്രഷർ കൂടാൻ തുടങ്ങി. 17 വയസ്സ് വരെ മടിത്തട്ടിലെത്തി കൺമണിയെ പോലെ കാത്തു സൂക്ഷിച്ച മകൾ ജീവിതത്തിലെ ദുരന്തം നൽകി ഇറങ്ങിപ്പോയപ്പോ ആ ഒരൊറ്റ പ്രഷർ കാരണത്താൽ 2 കിഡ്നിയും തകരാറിലായിട്ട് ആ ഉമ്മ ഡയാലിസിസിന് വിധേയരാകുമ്പോ ഇന്നലെ 6666 എന്റെ കയ്യിലെത്തും നെട്ടുസ്താറ് ധാരാളം കാര്യത്തിൽ ദുആ ചെയ്തിട്ട് ഭരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ചോദിച്ചു കിഡ്നി തകരാറായത് മാറലാണോ? അല്ല ഉസ്താദ്, ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയാൽ എനിക്കിനി കൂടുതൽ ആയുസില്ലെന്ന് എനിക്കറിയാം. അതിനു മുമ്പ് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നുമോളുടെ നാവിൽ നിന്ന് ഉമ്മ എന്നൊരു വിളി എനിക്ക് കേൾക്കാൻ തൗഫീഖ് നൽകാൻ. മരിക്കുന്നതിന് മുമ്പ് എന്റെ മകൾ എന്റെ അടുക്കൽ വന്നിട്ട് ഉമ്മ എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് എനിക്ക് മരിക്കണം. ഞാൻ എന്തിനായത് പറഞ്ഞതെന്നറിയോ? ഇന്ന ഫീ ദാലിക ലിൽഖറാ ലിമൻ കാന ലഹു ഖൽബുൻ സമഅ ഇന്ന ഫീ ദാലിക ലിൽഖറാ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് ഈ പറഞ്ഞതിന് ദൃഷ്ടാന്തമുണ്ട്. നാളെ നമ്മുടെ മക്കൾ നമുക്ക് പ്രയോജനം ചെയ്യണമെന്നില്ല. നമ്മുടെ ഭാര്യ നമുക്ക് പ്രയോജനം ചെയ്യണമെന്നില്ല. നമ്മുടെ ഭർത്താവ് നമ്മുടെ മനസ്സിന് സമാധാനം നൽകണമെന്നില്ല. എല്ലാം ഒരു മായ പോലെ തകർന്ന് തരിപ്പണമാകുമ്പോ എല്ലാം തകർന്നു പ്രണയവും ദുഃഖവും വല്ലായ്മകളും വഴക്കും പിണക്കവും ചൊല്ലിപ്പകർത്തും കവിതയും കൊച്ചു കൈത്തണ്ട മിന്നിച്ച കടികാരമന്ത്രവും എല്ലാം തകർന്നു പ്രണയവും ദുഃഖവും വല്ലായ്മകളും വഴക്കും പിണക്കവും ചൊല്ലിപ്പകർത്തും കവിതയും കൊച്ചു കൈത്തണ്ട മിന്നിച്ച കടികാരമന്ത്രവും തൊട്ടുപുറകിൽ കിടക്കുന്ന കടികാരത്തിന്റെ സൂചി നിന്നു എന്ന് തോന്നുമ്പോ പച്ചപ്പൊട്ട നിന്റെ പുറകിൽ കിടക്കുന്ന കടികാരത്തിന്റെ സൂചി നിന്നതല്ല, നിന്റെ ശരീരത്തിന്റെ ശ്വാസം നിന്ന് പോയതാണ്. ആ കടികാരത്തിന്റെ മുമ്പിൽ നിന്നെ മരിച്ചിട്ടും മണ്ണിലേക്ക് കൊണ്ടുപോകാൻ കടത്തിയതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സന്തോഷത്തോടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിച്ചിരിക്കുമ്പോ ഒരു സുപ്രഭാതത്തിൽ ചെറുപ്പക്കാരിയായ ഭാര്യയെ തനിച്ചാക്കി ഭർത്താവ് 6 അടി മണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചതിന് ശേഷവും ആ ഭർത്താവിനോടുള്ള ജീവിതത്തിന്റെ സുഖദുഃഖത്തിന്റെ തത്വസ്മരണകളുമായി ദിനരാത്രങ്ങൾ തള്ളി നീക്കി തന്റെ ഭർത്താവിന് വേണ്ടി ദിക്ർ ചെയ്ത് ദുആ ചെയ്ത് ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണിന് പിന്നെ ആ ഭർത്താവിനെ ഒരിക്കലും കാണാൻ കഴിയില്ലെങ്കിൽ ആ പ്രതീക്ഷയോടെയുള്ള ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? ജീവിതത്തിന്റെ ഇടപെടിയിൽ ഭാര്യ നഷ്ടപ്പെട്ടു പോയി. ആ ഭാര്യയെ പിന്നീട് ഒരു കല്യാണം കഴിക്കാതെ ഭാര്യ ഒത്തിട്ട് ആ ഭാര്യ പ്രസവിച്ചതെന്ന മക്കളെ വളർത്തി ഭർത്താവ് കാത്തിരുന്നാൽ ഇനി ഒരിക്കൽ കൂടി ആ ഭർത്താവിനെ തന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിൽ പ്രതീക്ഷയോടെയുള്ള ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്?
കഷ്ടപ്പെട്ട് വളർത്തിയ വാപ്പ മരണപ്പെട്ടു പോയപ്പോ മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ മയ്യത്തിന്റെ മുമ്പിൽ പൊന്നുമക്കള് പൊട്ടിക്കരയുമ്പോ ഇനി ആ പിതാവിനെ ഒരിക്കൽ കൂടി നമുക്ക് കാണാൻ കഴിയില്ലെങ്കിൽ മാതാപിതാക്കൾ മരിച്ചുപോയ എത്ര മക്കൾ ഈ സദസ്സിലുണ്ട്, ഒരിക്കൽ കൂടി അവരെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ജീവിതത്തിന്റെ ഒരു യാത്രയുടെ നൽക്കവലകളിൽ എവിടെയോ അവരെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ കാത്തിരിപ്പിന് എന്ത് അർത്ഥമാണുള്ളത്? ഇല്ല 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 ഇല്ല. നിന്റെ ധാരണ മിഥ്യാധാരണകളാണ്. മണ്ണിനെ കടക്കുന്നതോടെ സർവ്വതും അവസാനിക്കുന്നില്ല. അല്ലാഹു പറയുകയാ, നാളെ നീ പോകുമ്പോ നിന്നേക്കാൾ മുമ്പേ മരണപ്പെട്ടു പോയ നിന്റെ വാപ്പ, നിന്നേക്കാൾ മുമ്പേ വിട പറഞ്ഞു പോയ നിന്റെ ഭർത്താവ് യദ്ഖുലൂനഹാ ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب. സ്വർഗത്തിന്റെ വാതില് നിന്റെ സാലിഹീങ്ങളായ മാതാപിതാക്കൾ, നിന്റെ സാലിഹത്തായ ഭാര്യ, സാലിഹായ ഭർത്താവ്, നിന്റെ സാലിഹീങ്ങളായ പൊന്നുമക്കൾ. ഇതാണല്ലോ കുടുംബം, ഇതാണ് സ്വർഗത്തിലെ കുടുംബം, ഇതാണല്ലോ കുടുംബം, മാതാപിതാക്കൾ. ഇതാണ് ഞാൻ എന്റെ വിഷയത്തിന് പേരിട്ടത് സ്വർഗത്തിലെ കുടുംബം. സൂറത്ത് ഹൂദ്, സൂറത്ത് റാഇദ്. അല്ലാഹു പറയുകയാണ്, നിന്റെ സ്വാലിഹീങ്ങളായ മാതാപിതാക്കൾ, വഅസ്വാദിഹിം സാലിഹീങ്ങളായ ഭാര്യ ഭർത്താക്കന്മാർ, വദുരിയാത്തിഹിം നമ്മുടെ പൊന്നുമക്കളും, അവരെല്ലാവരും സ്വർഗത്തിന്റെ ഏദൻ തോട്ടത്തിൽ വമസാകിന തയ്യിബാ, സുന്ദരമായ സ്വർഗത്തിന്റെ വീട്ടിൽ അല്ലാഹു ഒരിക്കൽ കൂടി നമ്മൾ ഒരുമിച്ച് കൂട്ടും. പള്ളിപ്പറമ്പിൽ വ്യത്യസ്ത കബറുകളിൽ ചിതറിപ്പോയവർ, പള്ളിക്കാട്ടിലെ കാറടി മണ്ണിലേക്ക് പോയവർ, അവർ ഓരോരുത്തരും മരണത്തോടെ പഴയ പള്ളിയിലെ കബർസ്ഥാന് അങ്ങിങ്ങായി മൺകൂനകളിൽ വിശ്രമം നടത്തുമ്പോ അവസാനം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസമാണ് യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലാ റഹ്മാനി വഫദാ. പടച്ചറപ്പിന്റെ അടുക്കലേക്ക് മുത്തഖീങ്ങൾ വഫദ വഫദ കൂട്ടമായി നടന്നു ചെല്ലുന്ന ദിവസം. അല്ലാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എന്താ മനുഷ്യന്മാര് പ്രതീക്ഷയില്ല കാര്യത്തിൽ? അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഏറ്റവും നല്ല വില്ല സ്വർഗത്തിലാണ്. മസാകിന തയ്യിബ. എന്നാണ് ഫ്ലാറ്റ് എന്നല്ല. ഫ്ലാറ്റിൽ അത്ര സുഖം ഉണ്ടാവില്ല, കാരണം മുകളിൽ കിടക്കുന്നവരെ കീഴെ കിടക്കുന്നവരെ കണ്ടുകൂടാ. സ്വർഗത്തിൽ ഫ്ലാറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഉണ്ടോ ഇല്ലയോ ഫ്ലാറ്റ്? കാരണം ഫ്ലാറ്റിൽ കിടക്കുന്നവന്, മേളിൽ നിൽക്കുന്നവന്, കീഴെ കിടക്കുന്നവനോട് അസൂയുണ്ട്. അസൂയല്ല, കുശുമ്പ് ഉണ്ടാവും. പടച്ചോനെ, അവന് സ്റ്റെപ്പ് ഒന്നും കയറണ്ടല്ലോ, ഞാനൊരു അത്യാവശ്യത്തിനോടി വന്നാൽ സ്റ്റെപ്പ് കയറി മുകളിൽ പോകണം, അല്ലെങ്കിൽ ഇറ്റു വരുന്നവരെ കാത്തിരിക്കണം. എന്റെ അടുക്കളയിലെ ചപ്പലവർ കീപ്പോട്ടിടാന്ന് പറ്റില്ല, കാരണം അവൻ വഴക്കുണ്ടാവും. അതുകൊണ്ട് 1-ാം നിലയിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവന്, 10-ാം നിലയിൽ താമസിക്കുന്നവന്, ഫ്ലാറ്റ് താഴെ താമസിക്കുന്നവനോട് അസൂയല്ല. അസൂയല്ല. അസൂയാണെങ്കിൽ ഇവൻ കൊടുത്തതിന്റെ പകുതി പൈസ കൊടുത്തിട്ടുള്ളൂ ഫ്ലാറ്റിന്. കുശുമ്പ് എന്താ പറയാ? കുശുമ്പ്. അപ്പൊ സ്വർഗത്തിൽ ഫ്ലാറ്റ് ഉണ്ടാവില്ല. കാരണമല്ല, സ്വർഗത്തിൽ കുശുമ്പില്ല. ഇതൊന്നും എന്റെ വകയല്ല, ഖുർആനാണ്. സ്വർഗത്തിൽ കടന്നാൽ അവരവരുടെ ഹൃദയത്തിലുള്ള കുശുമ്പിനെ അല്ലാഹു എടുത്തു മാറ്റിക്കളയും. സ്വർഗത്തിൽ കുശുമ്പില്ല. അവരൊറ്റ സോഫയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിയിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നവരാണ്. അല്ലാഹു പറയുന്നു, സ്വർഗത്തിൽ മാത്രം ഞാൻ എടുക്കും, മനസ്സിൽ നിന്ന് കുശുമ്പ് മാറ്റും. അലാസൂര്യൻ മുത്തക്കാബിരിൻ, ഒറ്റക്കട്ടിലിന്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും പരസ്പരം മുഖത്തോട്ട് നോക്കി കുശുമ്പില്ലാത്ത മനസ്സോടെ വിളിച്ചിരിക്കുമെന്ന് ഖുർആൻ. അപ്പൊ ഈ ഖുർആന്റെ ആയത്തിന്റെ അർത്ഥം എന്താ? ഒരു കട്ടിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും, ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും മനസ്സിൽ കുശുമ്പില്ലാതെ മുഖത്തോട് മുഖം നോക്കി ചിരിക്കാൻ കഴിയണമെങ്കിൽ അത് സ്വർഗത്തിലെ പറ്റൂ, ദുനിയാവിൽ പറ്റൂല. അതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിക്കലും വലിയ പാടാണ്.
അതിപ്പോ രാഷ്ട്രീയമാകട്ടെ അല്ലാത്താകട്ടെ എല്ലാം കൂടെ ഒത്തിക്കൂല. കാരണം അല്ലെങ്കിൽ അതിൽ നിന്ന് കുശിപ്പില്ലാതാവണം. ഇത് രണ്ടുപേരും തമ്മിൽ ഒത്തിക്കണമെങ്കിൽ മാഫി സുദൂരിഹിം ഇല്ലെന്ന് പറഞ്ഞാൽ കുശുമ്പ്. അള്ളാഹു നമ്മളെ എല്ലാവിധത്തിലും നാളെ നമ്മളെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, വാപ്പ മരിച്ചു പള്ളിക്കാട്ടിൽ അടക്കി, വാപ്പയ്ക്ക് പുറകെ പിന്നെ ഉമ്മ വന്നു ഉമ്മയും അടക്കി, പിന്നെ മക്കൾ മരിച്ചു പള്ളിപ്പറമ്പിലെ മൺകുടീരങ്ങളിൽ വ്യത്യസ്തമായ 6 അടി മണ്ണുകളിൽ ചിതറിക്കിടന്ന ഒരു കുടുംബത്തെ, ചിലപ്പോ മരിച്ചത് ഗൾഫിൽ വെച്ചായിരിക്കാം, അവരെ അടക്കിയത് സൗദിയിലോ മസ്കറ്റിലോ എവിടെയെങ്കിലും ആയിരിക്കാം. വാപ്പ മരിച്ചു ഗൾഫിൽ വെച്ച്, മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. മകൻ മരിച്ചു, മകൻ ഗൾഫിൽ വെച്ച് മരിച്ചു, അവനെ അവിടെ അടക്കി. വാപ്പയെ ചങ്ങനാശ്ശേരി ഇപ്പോഴും പഴയ പള്ളി എന്ന് പറയാം. പണ്ടങ്ങാണ്ട് ഒരു ഹജ്ജിന് ഇപ്പോഴും ഹാജി വിളിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അവസാനിച്ചാൽ പോലും ഈ ഭൗതികമായ ജീവിതത്തിന്റെ മൺകൂനയിൽ പല ഭാഗത്തായി ചിതറിയിരുന്നവരെ നാളെ സ്വർഗത്തിന്റെ ഒരേ കവാടത്തിലൂടെ ഞാൻ സ്വാഗതം ചെയ്യും. അവരാ സ്വർഗത്തിലിരിക്കുമ്പോ അവരാഗ്രഹിച്ചതെല്ലാ സഹോദരങ്ങളെ, ആഗ്രഹിച്ചതൊക്കെ ദുനിയാവിൽ കിട്ടില്ല. നമ്മളേതൊക്കെ ആഗ്രഹിച്ചോ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഏതൊക്കെ ആഗ്രഹങ്ങളാ. മന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കൂല. മോനെ ചൂടുവെള്ളം കൊടുക്കാനുള്ള ഭാഗമായില്ല. എന്താണ് ചുക്ക് കാപ്പി? അൽഹംദുലില്ലാഹ്. കേട്ടോണ്ട് കസേരയിൽ ചുമ്മാ കയ്യും വീശിയിരിക്കുന്നവര് ചുക്ക് കാപ്പി, കരട് വെള്ളമാക്കി പറയണതാണ് ചൂടുവെള്ളം. ഇതാണ് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു, എത്ര മണിക്ക് നിർത്തണ്ടേ? അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ചിരിയോ കളിയോ തമാശയോ ഒന്നുമല്ല. ഈ വാക്കുകൾ അർത്ഥവത്താകണം. നാളെ ഒരു നല്ല കുടുംബം, നിസ്കാരം പോലെ, നോമ്പ് പോലെ, നമ്മൾ എപ്പോഴും പോയിട്ട് ഉസ്താദിനോട്, ഉസ്താദെ ഒതുവെടുത്ത് അങ്ങനെ എടുത്താൽ ശരിയാവോ, ഇങ്ങനെ എടുത്താൽ ശരിയാവോ, നിസ്കാരത്തിൽ എത്ര തസ്ബീഹ് പറയണം, ഇതേവരെ ഭാര്യയോടൊത്ത തസ്ബീഹ് പറയണം നമ്മൾ ചോദിക്കാറുണ്ട്. എന്നാൽ അതേപോലെ പ്രധാനപ്പെട്ടതാണ് കുടുംബ ബന്ധം. അള്ളാഹു പറയുകയാ, ഈ ദുനിയാവിൽ നമുക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. MLA ആകണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ടാവും? ഇപ്പൊ തന്നെ മന്ത്രിയാകണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ടാവും? മത്സരിക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ടാവും? ഇപ്പോ ഈ പാർട്ടികളുടെ കേന്ദ്ര കമ്മിറ്റിക്ക് ഓരോ മണ്ഡലത്തിലും മത്സരിക്കാൻ ആഗ്രഹമുള്ളവരുടെ പേര് പോയിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റൊക്കെ ഫേസ്ബുക്കിൽ വന്നപ്പോ ബദരീങ്ങളെക്കാൾ കൂടുതൽ ഒരു മണ്ഡലത്തിൽ പേര് കൊടുത്തവർ. കാരണം എന്താ? അവർക്കൊക്കെ ആഗ്രഹമുണ്ട്. അവർക്കൊക്കെ നോക്ക് മനുഷ്യന്മാരെ, അവർക്കൊക്കെ ആഗ്രഹമുണ്ട്. എന്താഗ്രഹം? മന്ത്രിയാവാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹങ്ങളെ സഫലമാകുന്ന ലോകം ദുനിയാവല്ല. ഓരോ ഭാര്യ ഭർത്താക്കന്മാർക്കും നല്ല ഒരു വീടുണ്ടാകണം, നല്ല ഒരു മരുമകൻ ഉണ്ടാകണം, മരുമക്കൾ ഉണ്ടാവണം. നമ്മുടെ മക്കൾ നല്ല രീതിയിലാവണം, സുഭിക്ഷമായി നമുക്കൊക്കെ ജീവിക്കണം. നമ്മുടെ മനസ്സിലെ ആഗ്രഹമാ. ആഗ്രഹങ്ങളെല്ലാം സാധിക്കുകയില്ല. പടച്ചറപ്പിനോട് നമ്മൾ പലതും ദുആ ചെയ്യാറുണ്ട്. ആ ദുആ ചെയ്തതെല്ലാം അല്ലാഹു നമുക്ക് തരാറില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹിച്ചതും നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്തതുമൊക്കെ യാതൊരുവിധ തടസ്സങ്ങളില്ലാതെ കിട്ടുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, സ്വർഗ്ഗമാ. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ. അല്ലാഹു പറയുകയാ, നാളെ സ്വർഗത്തിന്റെ കൊട്ടാരത്തിൽ നിനക്ക് നിന്റെ ഭാര്യ മക്കളോടൊത്ത് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞാൽ നീ ആഗ്രഹിച്ചതൊക്കെ ഞാൻ അവിടെ വെച്ച് നിനക്ക് നടപ്പാക്കി തരാം. നീ റബ്ബിനോട് ചോദിച്ചതല്ല അതേപടി പടച്ചറപ്പ് നിനക്ക് സ്വർഗത്തിലാണ് തരിക. അതുകൊണ്ട് ആഗ്രഹങ്ങളുടെ പൂർത്തീകരണ സ്വർഗത്തിലാ, ചോദിച്ചതെല്ലാം കിട്ടുന്നത് സ്വർഗത്തിലാണ്. ഒരുവൻ മന്ത്രിയാകാൻ ആഗ്രഹിച്ചിട്ട് ഇവിടെ വെച്ചവനെ നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് അല്ലാഹു നാളെ നടപ്പാക്കി കൊടുക്കുന്നത് സ്വർഗത്തിലാണ്.
അല്ലാഹു ആ സ്വർഗത്തിലേക്കാണ് ഓരോ കുടുംബത്തെയും ഒരുമിച്ച് കൂട്ടുന്നത്. അവൻ ആ സ്വർഗത്തിന്റെ കട്ടിലിരിക്കുമ്പോ ആ സ്വർഗത്തിന്റെ എല്ലാ വാതിലൂടെയും കടന്നു വരും. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. അവരാ സ്വർഗത്തിൽ വന്നിട്ട് പറയും, ഓരോ വാതിലൂടെ വന്നിട്ടും മലക്കുകൾ ആ സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരോട് പറയും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. ഓരോ പകലെന്നില്ലാതെ രാത്രി എന്നില്ലാതെ സ്വർഗത്തിന് രാത്രിയില്ല, സ്വർഗത്തിന് രാത്രിയില്ല, സ്വർഗത്തിന് രാത്രിയില്ല. അവസാനം പറയാം, സ്വർഗത്തിന് പകലേ ഉള്ളൂ, രാത്രിയില്ല. കാരണം എന്താണ്? കാരണം എന്താണ്? സഹോദരങ്ങളെ, ആ സ്വർഗത്തിലിരുന്ന് ഓരോ വാതിലൂടെയും മലക്കുകളെ കടന്നു വന്നിട്ട് പറയും ഭാര്യ ഭർത്താക്കന്മാരോട്, നമ്മുടെ വലതുഭാഗത്ത് നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ ഇടതുഭാഗത്ത് നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ മുമ്പിൽ നമ്മുടെ പൊന്നുമക്കളുണ്ട്. അവരോട് വന്നിട്ട് മലക്കുകൾ പറയും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. അല്ലാഹു ആ സലാം കേട്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാണ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിന്റെ വീട്ടിലിരുന്ന് ഓരോ വാതിലൂടെയും മലക്കുകൾ വന്നിട്ട് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന നല്ല കുടുംബത്തിൽ, സ്വർഗത്തിന്റെ കുടുംബത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ കേൾക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ട്. അടുത്തത് ലഡു. നിങ്ങളുടെ പൊന്നു മനുഷ്യന്മാരെ, കേൾക്കാൻ വന്നവരെ നിങ്ങൾ ഇത് ചവച്ചോണ്ട് കേൾക്കണം. എങ്ങനെയാ? നിങ്ങൾ ഈ മധുരമുള്ള ലഡു കഴിക്കുമ്പോ ഇനി ഞാൻ പറയാൻ പോകുന്നുള്ള കയ്പുള്ള കാര്യമാണ്. ശരി, ഇങ്ങോട്ട് നോക്കി. എന്തൊന്നും ആവശ്യമില്ല, പിന്നെ അവരുടെ സന്തോഷത്തിന് കൊടുക്കണം, കൊടുക്കും. ഞാൻ സ്വതവേ പറഞ്ഞ ഞാൻ ഇതിനെതിരാണ്. കാരണം എന്താ, ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കും ഇത് കൊടുത്ത് ഇനിയിപ്പോ ആളുകളുടെ ശ്രദ്ധയൊന്ന് മാറി ആ ഹൃദയത്തിന്റെ ഒരു ആത്മീയ തലത്തിലേക്ക് ഒരു സ്പിരിച്വൽ മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റ് അതൊരു ആത്മീയ, മലയാളത്തിൽ പറയുക, ഒരു സ്പിരിച്വൽ മൂവ്മെന്റ്, ഒരു ആത്മീയ ആന്തോളനം എന്ന് പറയും. ആ സാധനം നഷ്ടപ്പെട്ടു പോകും. പിന്നെ ലഡുവിലേക്കായി, അതിനകത്ത് ഉറുമ്പുണ്ടോ നോക്കാതെ ഏതെങ്കിലും ഒരാൾ തിന്നു, പിന്നെ ഉറുമ്പിലേക്കായി, നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും. അതുകൊണ്ട് ഇതൊക്കെ ഒരു വേണ്ട എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പൊ നടക്കണതായാലും നടക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ അങ്ങനെ ഇബാദത്തിന്റെ ഇടയിൽ ചില വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പറയണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാ പള്ളിയുടെ മുമ്പിലും എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ മൊബൈൽ സൈലന്റ് മോഡിലാക്കുക. നമ്മളെല്ലാവരും നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മൊബൈൽ വൈബ്രേറ്റിംഗ് മോഡിലാക്കും, എന്നിട്ട് പോക്കറ്റ് ഇടും. നിസ്കരിക്കാൻ കൈകെട്ടി രണ്ടാമത്തെ റക്അത്തിൽ ഈ വൈബ്രേറ്റിംഗ് മോഡ് അടിക്കാൻ തുടങ്ങും. അള്ളാഹുവിനെ കുറിച്ച് കൊണ്ട് ചിന്തിച്ചു നിൽക്കുന്ന ഏത് മുത്തക്കിയാണെങ്കിൽ അപ്പം ചിന്തിക്കും, പടച്ചോനെ ആരാ വിളിച്ചത്? നേരത്തെ വിളിക്കുമെന്ന് പറഞ്ഞവൻ തന്നെയാണ് വിളിച്ചത്. ഇനി നിസ്കാരത്തിലൂടെ ഇന്ന് തീർന്നു പോകുമോ? ആ വൈബ്രേറ്റിംഗ് മോഡ് ഏറ്റവും വലിയ അപകടമാണ്, ഇല്ലേ? അല്ലാന്ന് തോന്നുന്നുണ്ടോ? ഇത് അപ്രിയ സത്യമാണ്. സുകുമാർ അഴീക്കോട് പറഞ്ഞ അപ്രിയ സത്യമാണ്, കേൾക്കുന്ന പ്രിയങ്കരമല്ല. അഴീക്കോടാണ് അങ്ങനെ ഒരു ഭാഷ ഇന്ത്യയിൽ, ഈ മലയാളത്തിൽ ആദ്യം സുകുമാർ അഴീക്കോടാണ് അപ്രിയ സത്യം എന്നൊരു മലയാള ഭാഷ ഉപയോഗിച്ചത്. കേൾക്കുന്നത് പ്രിയങ്കരമല്ല, അപ്രിയ സത്യമാണ്, കേൾക്കുന്നത് പ്രിയങ്കരമല്ല. അങ്ങനെ ഒരു മലയാള ഭാഷ തന്നിട്ടുണ്ട് അഴീക്കോട്. അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹം എന്നുള്ള ഒരു മലയാള ഭാഷ ശബ്ദ തരാവലിയിൽ പോലുമില്ല. അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രയോഗമാണ്, അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹം. അങ്ങനെ ഒന്നും മലയാള ഭാഷയിലില്ല. അതൊക്കെ വേറെ വശം. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആ വൈബ്രേറ്റിംഗ് മോഡ് അപ്പൊ നമ്മളെ അള്ളാഹുവിൽ നിന്ന് മാറ്റും, അല്ലേ? ഇനി വേറെ കുറെ ഇന്റർനാഷണൽ പകയന്മാരുണ്ട്, അവരത് വൈബ്രേറ്റിംഗ് മോഡിലാക്കി നേരെ പോക്കറ്റ് ഇടൂല, സുജൂദ് ചെയ്യണേന്റെ അടുത്തുകൊണ്ട് അത് തിരിച്ചു പോകും. അടുത്ത് നിൽക്കണം പോലും വൈബ്രേറ്റിംഗ് മോഡിൽ വരുമ്പോ അവന്റെ ഭാര്യയോടോ മക്കളെയോ അല്ലെങ്കിൽ ആരാന്റെ ഭാര്യയോടോ മക്കളോടോ ഫോട്ടോ ആയിരിക്കും അവിടെ വരിക. അടുത്ത് നിൽക്കുന്നവൻ പോലും ആ സഫിന്റെ മുമ്പിൽ അവൻ അതുകൊണ്ട് ഇങ്ങനെ, ഒന്നാമത് ഇപ്പോഴത്തെ മൊബൈൽ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നിസ്കാരത്തിന്റെ തണപ്പായിട്ട് എത്രയുണ്ട് എന്റെ സ്ക്രീൻ, അതിങ്ങനെ ഇങ്ങനെ നിടുമ്പോ അതിലൊരു കോള് വരുമ്പോ അടുത്ത് കൈകെട്ടി നിൽക്കുന്നവനും അറിയാതെ അതിലേക്ക് നോക്കും, ഇല്ലേ? അവൻ ആരൊക്കെ നിസ്കാരം മോശമാക്കി. അപ്പൊ യഥാർത്ഥത്തിൽ നിസ്കാരത്തിന് കയറുമ്പോൾ ഏറ്റവും നല്ലത് ആ ഒരു 5 മിനിറ്റത്തേക്ക് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാന്നുള്ളത്. ഫ്ലൈറ്റ് മോഡിലാവാം, ബ്ലോക്കിംഗ് മോഡിലാക്കാം. ആ സമയത്ത് വൈബ്രേറ്റിംഗ് ഇടുന്നത് നല്ലതല്ല. നിങ്ങളുടെ നിസ്കാരവും ബാത്തിലാണ്, അടുത്തിരിക്കുന്ന നിസ്കാരവും ബാത്തിലാണെന്ന് ഈ ഒരു ന്യൂ ജനറേഷൻ ഒരു ഇരുമ നിങ്ങളോട് പറഞ്ഞു തരാണ്. എന്റെ ഇടയിൽ
അതുകൊണ്ട് നിസ്കാരത്തിൽ കിട്ടുന്ന 5 മിനിറ്റ് അള്ളാഹയോട് ഞാൻ സംസാരിക്കുമ്പോ എന്നെ തൽക്കാലത്തേക്ക് ഒരു ഖാലിഖിനോട് ഞാൻ സംസാരിക്കുമ്പോ ഒരു മഖ്ലൂഖിനോട് സംസാരിക്കുന്ന എന്ന് തീരുമാനിക്കും. അതിന് പോലും കഴിയാത്ത 5 മിനിറ്റ് അള്ളാഹയോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആ മനുഷ്യരുടെ സംസാരം കേൾക്കാൻ പറ്റൂല എന്ന് ചിന്തിക്കാത്ത നമ്മളങ്ങനെ സ്വർഗത്തിൽ പോവുക. അള്ളാഹു ചിന്ത തരട്ടെ. അതുകൊണ്ട് ഇനി മുതൽ മൊബൈൽ നിസ്കരിക്കുന്നത് സ്വിച്ച് ഓഫ് ആക്കും. ഓക്കെ, അത് ഈ ലഡുവിന്റെ ഗുണമാണ് ഒരു മസല. ഇനി അള്ളാഹു നമ്മുടെ സ്വർഗത്തിന്റെ സമീപ ഓരോ വാതിലൂടെയും കയറിപ്പോകുന്ന മുത്തഖീകളായ കട്ടിലിരുന്ന് മലക്കുകൾ സർവ്വവാതിലൂടെയും കയറി വന്ന് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് സലാം മടക്കി ആ സ്വർഗത്തിൽ ഭാര്യ ഭർത്താവിനോടും മക്കളോടും മാതാപിതാക്കളോടും ഒത്തു ഒരുമിച്ച് കൂടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള ആളുകൾ ഒന്ന് കൈമുക്കി. പ്രസിഡന്റ് 2 കൈമുക്കി, 2 ഭാര്യമാരുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അവർക്ക് കൈറും പറക്കത്ത് ചെയ്യണം. അപ്പോ സമയത്ത് പറയാൻ സമയം വളരെ പോകുന്നു. എല്ലാവരും ആത്മാർത്ഥതയോടെ കൈമുക്കി. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം. ആത്മാർത്ഥതയോടെ കൈമുക്കിയത് ഇതേ ഭാര്യമാരെ തന്നെ അല്ലാഹു നാളെ സ്വർഗത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. ഇല്ലേ? ആമീൻ. പണ്ടാരെ ഇവിടെ ഇടങ്ങേറായി സ്വർഗത്തിൽ പോകുന്നു വരും വിചാരിച്ചിട്ട് അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഈ ഭാര്യ എനിക്ക് സ്വർഗത്തിൽ വേണ്ട, കാരണം അവൾക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില സ്വഭാവങ്ങൾക്കുണ്ട്, അതുകൊണ്ട് സ്വർഗത്തിൽ എനിക്ക് ഹൂറണി മദീന നമ്മൾ ചിന്തിക്കുക. സഹോദരങ്ങളിൽ തെറ്റൻ. ഈ ഭാര്യയെ തന്നെ അള്ളാഹു സ്വർഗത്തിൽ തരുമ്പോ ആ ഭാര്യയ്ക്ക് എന്തെങ്കിലും ദുസ്വഭാവം ഉണ്ടെങ്കിൽ അള്ളാഹു ഇത് മാറ്റിയിട്ട് ഏറ്റവും നന്നാക്കിയാണ് സ്വർഗത്തിൽ തരിക. അതുകൊണ്ടല്ലേ ദുആ ചെയ്യുന്ന വഅബ്ദിൽ ഖുദാറൻ ഖൈറൻ മിൻ ദാരിഹി വാഹിലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗദൻ ഖൈറൻ മിൻ സൗദിഹി. ഇതിനേക്കാൾ ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാര്യക്ക് ഭർത്താവിന് എന്തെങ്കിലും ദുസ്വഭാവം ഉണ്ടെങ്കിൽ അത് അള്ളാഹു മാറ്റും, ഭാര്യയ്ക്ക് എന്തെങ്കിലും ദുസ്വഭാവം ഉണ്ടെങ്കിൽ അള്ളാഹു അത് മാറ്റും. എന്നിട്ട് നല്ല സ്നേഹത്തോടെയുള്ള ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സ്വർഗത്തിൽ തരിക. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ഇതേ ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറ. ഇവിടെ അടുത്തു ഹൂർലിങ്ങൾ മതി എന്ന് പറഞ്ഞാൽ നീ പൊട്ടനാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവിലെ പെണ്ണ് സാരികത്താണെങ്കിൽ നാളെ അവൾ സ്വർഗത്തിൽ വന്നാൽ സ്വർഗത്തിലെ ഹൂറി പെണ്ണുങ്ങളെക്കാൾ 700 ഇരട്ടി സൗന്ദര്യം കൂടുതലുള്ളത് ദുനിയാവിലെ സ്വാലികത്തായ പെണ്ണിനാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നാളെ ഹൂറിങ്ങളെക്കാൾ സ്വർഗത്തിലെ സൗന്ദര്യമുള്ളത് ദുനിയാവിലെ ഭാര്യക്കാണ്, അവള് സാലിഹത്താണെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നാളെ സ്വർഗത്തിന്റെ കവാടത്തിൽ ഇരുന്നിട്ട് മലക്കുകള് സലാം പറയുമ്പോ ആ സ്വർഗവാസികൾ ചോദിക്കുമത്രേ, എന്തിനാണ് എല്ലാ വാതിലൂടെ കടന്നു വന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് സലാം പറയുന്നത്? അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ സ്വർഗത്തിന്റെ കുടുംബത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് കടന്നു ചെല്ലുക. ആ സമയത്ത് ഖുർആൻ പറയുകയാ, ആ മലക്കുകൾ പറയും, സ്വർഗത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ സലാം പറയുന്നത് എന്തിനെന്നറിയോ? നാളെ സ്വർഗത്തിലും മരണമില്ലാത്ത സ്വർഗത്തിലെ ഭാര്യ സന്താനങ്ങളോടൊത്തും മക്കളോടൊത്തും ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോ 2 കൈകളും ആവേശത്തോടെ പൊക്കിയ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവര് പറയുമത്രേ ഭാര്യ ഭർത്താക്കന്മാരോട്, സലാമുൻ അലൈക്കും ബിമാ സബർതും വനിഅമ ഉഖ്ബദ്ദാർ. ഇത് സൂറത്ത് റഅദാണ്. വ്യക്തമായി വായിച്ചു നോക്കുക. ഖുർആൻ വ്യക്തമായി പറയാ, സലാമുൻ അലൈക്കും, അല്ലാഹുവിന്റെ സമാധാനം നിങ്ങൾക്ക് കിട്ടട്ടെ. ബിമാ സബർതും, ഈ ദുനിയാവിൽ ഒന്നിച്ച് ജീവിച്ചപ്പോ നിങ്ങൾ ധാരാളം ക്ഷമിച്ചവരാണല്ലോ, നിങ്ങൾ ധാരാളം ക്ഷമിച്ചവരാണല്ലോ. ഭാര്യ ഭർത്താക്കന്മാരും കുടുംബത്തോടൊത്ത് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണമെന്ന് അതിന്റെ പരമപ്രധാനമായ അടിസ്ഥാനമായി ഖുർആൻ പറഞ്ഞത് ബിമാ സബർതും. കുടുംബ ജീവിതത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും മറക്കാനുമുള്ള ഒരു സാന്നിധ്യമുള്ളവനാരോ ഭാര്യയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ അത് ക്ഷമയോടെ നേരിടാൻ കഴിയുന്നവന്, ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ അത് ക്ഷമയോടെ സഹനത്തോടെ നേരിടാൻ കഴിയുന്നവരാരോ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ. കുടുംബജീവിതം ദുഷ്കരമാണ്, കുടുംബജീവിതം പ്രതിസന്ധികളാണ്, കുടുംബജീവിതം പ്രയാസങ്ങളാണ്. ആ
കുടുംബ ജീവിതത്തെ ഒരു കുടുംബനാഥനായി ക്ഷമിച്ചും സഹിച്ചും നാളെ സ്വർഗത്തിൽ തന്റെ കുടുംബത്തെ എത്തിക്കാൻ കഴിയണമെങ്കിൽ നാളെ പരലോകത്തിന്റെ സ്വർഗത്തിലെത്തണമെങ്കിൽ വിമാസവർത്തും ഭാര്യയും ഭർത്താവും ക്ഷമിക്കാൻ തയ്യാറാവണം. ക്ഷമയില്ലാത്തവൻ എത്തുകയില്ല. മലക്കുകൾ പറയും നിങ്ങൾക്ക് ഞങ്ങളെ സലാം പറയുന്നത് എന്തെന്നറിയുമോ? വിമാസവർക്കും നിങ്ങൾ ക്ഷമിച്ച കാരണത്താൽ. കൈവക്കിയിട്ട് കാര്യമില്ല, മുഖ്യവന് ക്ഷമയെങ്കിലും ഉണ്ടാവണം. പാരിപത്യ ജീവിതം എന്ന് പറയുന്നത് ക്ഷമയുടേതാണ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എല്ലാരും അങ്ങോട്ട് കയറി പോവില്ല. ഖുർആൻ പറഞ്ഞു, മലക്കുകൾ പറയും ഏറ്റവും നല്ല വീട് അല്ലാഹു സ്വർഗത്തിൽ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിച്ചത് കൊണ്ടാണ്. നമുക്ക് സ്നേഹം ഉണ്ടാവില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് നമുക്ക് വല്ലാതെ ദേഷ്യാണ്. ഞാൻ കുറച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ കഥ പറഞ്ഞു തരാം. നിങ്ങൾ കേൾക്കൂലിരുന്നത് ഉറങ്ങാണോ? ഇത് കേട്ടിട്ട് നിങ്ങൾ ഉറങ്ങിയ പിന്നെ നിങ്ങൾക്ക് നിത്യ ഉറക്കത്തിന് സമാധാനം ഉണ്ടാവില്ല. ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ഭാര്യ ഒന്ന് തെറ്റി ഇവളെ ഒഴിവാക്കിയിട്ട് അടുത്തതിനെ കെട്ട 4 വരെ അള്ളാഹു അനുവാദം തന്നിട്ടുണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ നടക്കുകയാണ് നമ്മൾ. ഒന്നിനെ ഒഴിവാക്കി അതിനേക്കാൾ നല്ലതിനെ കിട്ടണമെന്നില്ല. ഒരേ സമയത്ത് തന്നെ 4 കെട്ടാൻ അനുവാദം തന്നാലും വാഹിദ ഒരു പെണ്ണിനോടൊത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കലാണ് ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഖൈർ. എന്റെ ഒരു പെണ്ണ് 4 കെട്ടാന്ന് ഖുർആൻ അനുവാദം തന്നാലും ഇവള് കെട്ടാൻ സമ്മതിക്കില്ല. ഈ പെണ്ണുങ്ങളുടെ ഒരു ശൈലി എന്താണെന്നറിയോ? ജീവിച്ചിരിക്കുമ്പോ 4 അനുവാദം തന്നെങ്കിലും കെട്ടാതെ നിങ്ങൾ സമ്മതിക്കില്ല. എടി ഞാൻ ഒന്നുകൂടി കെട്ടിക്കോട്ടെ, നിങ്ങൾ ധൈര്യമായിട്ട് കെട്ടിക്കോളൂ, എന്താ കുഴപ്പം? വലിയ സന്തോഷമാവും. പിന്നെ അവള് പറയും കെട്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത്, അങ്ങോട്ട് വരും. എന്നാ പിന്നെ പടച്ചോനെ ഇത് മരിച്ചു കഴിഞ്ഞിട്ട് വേറൊന്ന് കെട്ടാന്ന് വിചാരിക്കുമ്പോ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇവിടെ കൈ പിടിച്ചിട്ട് ചോദിക്കും, ഞാൻ അവസാനത്തെ ഒരു കാര്യം പറയാണ്ട് നിങ്ങൾ കേൾക്കൂ, ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾ വേറെ കെട്ടണം എനിക്ക് പൊരുത്തവേ അല്ല. മരിക്കാൻ നേരത്തെ ഞാൻ പൊരുത്തം തരാതെ നേടൂ. പക്ഷേ ഇതൊന്നുമല്ല. നമ്മളൊക്കെ വിവാഹത്തെ എനിക്ക് 4 വരെ കെട്ടാം, ഖുർആൻ വാദം തന്നിട്ടുണ്ട്, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിവാഹത്തെ ഏതാണ്ട് ബാർട്ടർ സമ്പ്രദായം പോലെ പണ്ട് അരി കൊടുത്തിട്ട് പഞ്ചസാര വാങ്ങിക്കണമാതിരി നമ്മൾ അങ്ങനെ മാറ്റാമെന്ന് കരുതുകയാണ് വിവാഹം എന്ന പവിത്രമായ ബന്ധത്തെ. അല്ല സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോട്ട്, നമുക്ക് നല്ല തിരക്കുണ്ട്, കടയിൽ ഭയങ്കര തിരക്ക്, ആഗോള സാമ്പത്തിക മാന്ദ്യം, സ്വർണത്തിന് വില ഇടിഞ്ഞു, 1 ഗ്രാമിന് സ്വർണ്ണ കച്ചവടക്കാരനായ ഭർത്താവ് സ്വർണത്തിന്റെ വില ഇടിഞ്ഞു, കോടികൾ നഷ്ടം. റബ്ബർ കച്ചവടക്കാരനായ ഭർത്താവ്, റബ്ബറാണല്ലോ കൂടുതൽ, റബ്ബറിന്റെ വില ഇടിഞ്ഞു 240, ഇപ്പൊ ഏതാണ്ട് 98 99 എങ്ങാണ്ടായി അല്ലെ, 100 രൂപ. സ്റ്റോക്കുകൾ ധാരാളം കൊണ്ട് നഷ്ടം വന്നു. അയാൾ വല്ലാത്ത ടെൻഷനിൽ വേർപ്പിൽ മുങ്ങിക്കൊള്ളിച്ച് അയാൾ വീട്ടിലോട്ട് കയറി വരുമ്പോ നമ്മുടെ ഭാര്യ വന്നിട്ട് നമ്മളോട് ചോദിക്കുക, ഭയങ്കര ടെൻഷനാണ് മനസ്സിൽ, എന്തേ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം ആരോടാ? എന്നോടാണോ എന്ന് നമ്മുടെ ഭാര്യ നമ്മളോട് ചോദിച്ചാൽ ആ സമയത്ത് നമ്മുടെ പ്രതികരണം ഉണ്ടാവും, നമ്മൾ നല്ല ടെൻഷനാണ്, ബേജാറിലാണ്. ആ സമയത്ത് ഭാര്യ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നോടാണോ കൂടുതൽ ഇഷ്ടം അതല്ല വേറെ ആരോടെങ്കിലും ആണോ എന്ന് ഒരു ഭാര്യ നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഒന്ന് പറയുന്നത് എന്തായിരിക്കും? ചിരിക്കുവോ? നമ്മൾ എത്ര ഭാഗ്യവതികളാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ചിരിക്കുന്നുണ്ട്, ചിരിക്കുവോ? എങ്ങനെയായിരിക്കും നമ്മളങ്ങനെ പ്രതികരിക്കുക? ചൂടാവും. ഒന്നും അല്ലെങ്കിൽ നമ്മൾ പറയും, നാളെ എനിക്ക് ഭയങ്കര ടെൻഷനാ, പിന്നീട് നമുക്ക് സംസാരിക്കും എന്ന് പറയും. ഇത് ഒരു ഭർത്താവിന്റെ മാനസിക അവസ്ഥയാണ്. പക്ഷേ ലോകങ്ങളുടെ ഏറ്റവും മാതൃകാപരമായ ജീവിതം നയിച്ച ഭർത്താവ്, ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ഭർത്താവിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെയോ? 2.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാലവിസ്തൃതമായ മക്കാരാജ്യം അടക്കി ഭരിച്ച 10,000-കണക്കിന് അനുയായികളൊന്ന് കാണാൻ വേണ്ടി വെടിവെക്കില് കാത്തുനിന്ന പേശിയിൽ നിന്ന പാതിരി പോലും അത്ഭുതത്തോടെ കൈസറായ രാജാവിനോട് പറഞ്ഞ, ഞാൻ മുഹമ്മദ് എന്ന പ്രവാചകന്റെ
മുഹമ്മദിന്റെ കൊട്ടാരത്തിൽ അന്വേഷിച്ചിട്ട് പോയപ്പോ ഞാൻ കണ്ടത് മുഹമ്മദിന്റെ കൊട്ടാരമല്ല, ഈത്തപ്പനമരത്തിന്റെ ഓലകളെ ചാരി വെച്ച ഒരാൾക്ക് കുനിഞ്ഞുകൊണ്ടല്ലാതെ കടന്നു പോകാൻ കഴിയാത്ത 8 മടം നീളവും 10 മടം വീതിയുമുള്ള ഒരു കൊച്ചുപള്ളിയില്, മദീനത്തെ പള്ളിയില് ലോകത്തിന്റെ തേജസ്സാന്ന പ്രവാസത്തിന്റെ പ്രവാചകൻ ഇരിക്കുകയാണ്. ആ പ്രവാചകന്റെ മുഖകമലമല്ലാതെ തിളങ്ങുന്നുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണത്തിന്റെ സവിശേഷതകൾ പറയാൻ കഴിയില്ല. ഗുണമേന്മയും റബ്ബിന്റെ തൃപ്തി കുടമയും മുഖചന്തവും സകലത്തിലും തനിച്ചോരിതാ. ഗുണമേന്മയും റബ്ബിന്റെ തൃപ്തി കുടമയും മുഖചന്തവും സകലത്തിലും മികച്ചോരിതാ. അതല്ലതേ ഖുലിഅത അലൈഹി മലാബിസു വനഫായിസു ഫനദീറുഹു ലാ യൂജദു. ആകാശത്തിന്റെ ഗർഭപാത്രത്തിൽ മുഖമൊളിച്ചു നിൽക്കുന്ന അമ്പിളിക്കണ്ണൻ പോലും അത്ഭുതത്തോടെ രോമാന്തത്തോടെ നോങ്ങിരുന്ന ലോക സൗന്ദര്യത്തിന്റെ പ്രതിച്ഛായയുടെ പ്രതിബിംബം ലോകത്തോട് പറഞ്ഞു കൊടുത്ത തേജസ്സാന രൂപമായി ഹബീബായ മുഹമ്മദ് അവിടെ ഇരിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് ഉറുവെടുക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹമ്മദിന്റെ ശരീരത്തെ തടകി തലോടി താഴേക്ക് വീടുന്ന ഉറുവെടുക്കുമ്പോൾ ഇട്ടു വീടുന്ന വെള്ളത്തുള്ളി ഒന്ന് കൈകൊണ്ട് പകർന്നെടുക്കാൻ ആയിരക്കണക്കിന് അനുയായികൾ തിക്കും തിരക്കും കൂട്ടുന്നത് ഞാൻ കണ്ടുപോയെന്ന് പേർഷ്യക്കാരനായ പാതിരി ആ കിസ്രയുടെ ചക്രവർത്തിയോട് പറഞ്ഞു കൊടുത്ത ലക്ഷക്കണക്കിന് അനുയായികളുടെ ശരീരത്തിൽ നിന്ന് സ്പർശിച്ചുകൊണ്ട് താഴേക്ക് വന്ന വെള്ളത്തുള്ളികൾ പോലും കയ്യിലാക്കിയിട്ടൊന്ന് കടന്നു പോകാൻ ലക്ഷക്കണക്കിന് അനുയായികൾ കാത്തു നിൽക്കുമ്പോ ബദറിന്റെയും ഉഹദിന്റെയും ഖന്തക്കിന്റെയും ഖൈബറിന്റെയും രണാങ്കണങ്ങളിൽ ന്യൂനപക്ഷ സമുദായത്തിന് നേതൃത്വം കൊടുത്ത് ആനപ്പടയോട് ഏറ്റുമുട്ടിയിട്ട് പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി നാനാ ഭാഗത്തു നിന്ന് ശത്രുക്കൾ കുതന്ത്രത്തിന്റെ നിലകളുമായി കടന്നു വരുമ്പോ സമാധാനമില്ലാത്ത രാത്രികളുമായി വിശുദ്ധ ഇസ്ലാമിന്റെ പ്രധാനത്തിന് ഇറങ്ങിപ്പോയി ഒരു യുദ്ധം കഴിഞ്ഞ് വേർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിലോട്ട് കടന്നു വരുമ്പോ അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ്, ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ഭർത്താവിനോടുള്ള ചോദ്യമാണ്. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യുമോ? അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങനെക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? യുദ്ധത്തിന്റെ തിരക്കിനിടഞ്ഞ് വേദാറോടെ കടന്നു വരുമ്പോ വാതിൽപ്പടിയിൽ ആശ്വാസത്തിന് പകരം ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ഭാര്യക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവ് ഇവിടെ നിന്നു. അതാണ് ഭർത്താവ്. ആകാശത്തേക്ക് ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് ഹബീബായ നബി തങ്ങളെ ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ ബിമാ ഖദ്ദമത് വഅഖറത്നി. അല്ലാഹുവേ, എന്റെ ആയുസ്ക്ക് നീ പുറത്തു തരണേ, ഇതിനു മുമ്പും ഇതിനു പിമ്പും. അല്ലാഹുവേ, ഇതിനു മുമ്പും ഇതിനു ശേഷവും അവൾ എന്നോട് ഏതൊക്കെ തെറ്റ് ചെയ്യുമോ അതെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ ദുആ കേട്ടപ്പോ ഇതിനു മുമ്പ് അവൾ എന്തൊക്കെ എന്നോട് ചെയ്തിട്ടുണ്ടോ, ഇനി എന്തൊക്കെ അവളെ ചെയ്യാനുണ്ടോ അതെല്ലാം നീ പൊറുക്കണേ അല്ലാഹ്. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആ കേട്ടിട്ട് പൊട്ടിച്ചിരിച്ചു പോയി. മുത്തുനബി ചോദിച്ചു, ആയിഷ അയസുറുക്കി ദുആനി, എന്റെ ദുആ നിന്നെ സന്തോഷിപ്പിച്ചോ മോളെ? എങ്ങനെ സന്തോഷിക്കാതിരിക്കും നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ നബി തങ്ങളെ താഴെയിരുന്നു. ആയിഷ ബീവി ചിരിച്ച് ചിരിച്ച് അതാ സകതത റഅസഹാ ഫീ ദഹി ഹുജ്രി നബിയിൽ മുസ്തഫ. ഹബീബായ നബി തങ്ങളുടെ മടിയിലേക്ക് തന്റെ തല പോയി തട്ടുന്നത് വരെ നമ്മൾ പറയാറുണ്ടല്ലോ, തല തല്ലി ചിരിച്ചു പോയി എന്ന്. ആ പ്രയോഗം പോലെ ചിരിച്ച് ചിരിച്ച് തന്റെ പ്രിയപ്പെട്ട ശിരസ് ഹബീബായ മുത്തിന്റെ മടിത്തട്ടിലേക്ക് അതാ സകതത റഅസുഹാ ഫീ ഹുജ്രി നബിയിൽ മുസ്തഫ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിലേക്ക് തന്റെ തല പോയി കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ആയിഷ ബീവി പൊട്ടിച്ചിരിച്ചു പോയി. എന്നിട്ട് ആയിഷ ബീവി മുത്തുനബിയുടെ മടിയിലേക്ക് മലർന്നു കിടന്നു. നേരെ തന്റെ ഭർത്താവിന്റെ മടിയിലേക്ക് കിടന്നിട്ട് ആയിഷ ബീവി ചോദിച്ചു, അത്ര നബിയേ, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരോടാണ് നബിയെ? യുദ്ധത്തിന്റെ
ലോകത്തിന്റെ വേദാരങ്ങളിന് ഇസ്ലാമിക സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവാത്മകമായ വിഭ്രാന്തികൾക്കിടയിൽ കടന്നു വരുമ്പോ ഭാര്യയുടെ ചോദ്യം ഇതാണ്, അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരോടാണ് നബിയേ? ഉടനെ മുത്തുനബിയുടെ മറുപടി വന്നു, ഇതാണ് സ്വർഗത്തിന്റെ നായകന്, ഇതാണ് വസീലയുടെ നായകന്, ഇതാണ് ഫദീലയുടെ നായകന്, ഈ പ്രവാചകനാണ് നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകേണ്ട നായകന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഏറ്റവും കൂടുതൽ സ്നേഹം എനിക്ക് ആരോടെന്നറിയോ? നിന്നോടാണ് പൊന്നുമോളെ ആയിഷ. അല്ലാഹുവിന്റെ നബിയെ, സ്ത്രീകളിൽ നിന്നേക്ക് ഏറ്റവും ഇഷ്ടമാരോടാണ് നബിയെ? ആ സമയത്തക്കതല്ലാതെ വിസ്ഫോടനത്തോടെ വർത്തമാനം പറയുന്ന നമ്മൾ മുത്തുനബി ആയിഷ ബീവി മടിയിൽ തലവെച്ചിട്ട് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ കൊഞ്ചിക്കുടയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, ഈ തിരക്കിന്റെ ഇടയിൽ, ഈ നെട്ടോട്ടത്തിന്റെ ഇടയിൽ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ മടിയിൽ തലവെച്ചിട്ട് നമ്മളോടൊന്ന് കൊഞ്ചിക്കുടയാൽ എത്ര സമയമാണ് നീ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്? അത് നിന്റെ ഇബാദത്തിന്റെ ഭാഗമാണ്, നിസ്കാരത്തിന്റെ പ്രതിഫലമാണ്. ഭാര്യ ഭർത്താക്കന്മാര് തന്നെ ഇരിക്കുമ്പോ ഭർത്താവിന്റെ മടിയിൽ തലവെച്ചിട്ട് ഭാര്യക്കൊന്ന് തമാശ പറയാൻ അവസരം കൊടുക്കരുത്. ലോകം കണ്ട ഏറ്റവും ഉത്തമനായ ഭർത്താവേ മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതൊക്കെ നമ്മൾ പഠിക്കാതെ പോയ പാഠങ്ങളാണ്, അവഗണനയോടെ തട്ടിത്തെറിപ്പിച്ചതാണ്, അടയാളങ്ങളാണ്, ആദർശമെന്ന് കരുതിയവരാണ്, മനസ്സ് ഹൃദയം റബ്ബിലേക്ക് കൊടുക്കാത്തവരാണ്. അല്ലാഹുവിന്റെ തിരുദൂതരെ, സ്ത്രീകളിൽ അങ്ങേക്ക് ആരോടാണ് ഏറ്റവും ഇഷ്ടം നബിയെ? അത് നിന്നോടാണ് ആയിഷ. ആയിഷ ബീവി നിർത്തിയില്ല, അല്ലാഹുവിന്റെ റസൂലേ, ഇത് പെണ്ണിന്റെ വേറൊരു സ്വഭാവമാണ്. ആണുകളിൽ പുരുഷന്മാരിൽ അങ്ങേക്ക് ആരോടാണ് ഇഷ്ടം നബിയെ? ഹബീബായ മുത്തിന് മനസ്സിലായി ആയിഷയുടെ ചോദ്യത്തിന്റെ പൊരുൾ. അവളുടെ സ്വഭാവം തിരിച്ചറിഞ്ഞു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അബൂക്കി, നിന്റെ വാപ്പയോടാണ് ആയിഷ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു വൈവാഹിക ജീവിതത്തിൽ ഒരു ഭർത്താവ് പറയേണ്ട പ്രധാനപ്പെട്ട പാഠം. ഭാര്യ ചോദിച്ചപ്പോ, മോളെ, പുരുഷന്മാരിൽ ഏറ്റവും ഇഷ്ടം നിന്റെ വാപ്പയോടാണ്, അതെന്റെ അബൂബക്കറാ. എല്ലാ ഭാര്യമാരുടെയും പരിഭവം എന്തെന്നറിയോ? കുടുംബ ജീവിതത്തെ കുറിച്ച് ധാരാളം വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്റെ വാപ്പയോട് നിങ്ങൾക്ക് സ്നേഹമില്ല, എന്റെ ഉമ്മയോട് നിങ്ങൾക്ക് സ്നേഹമില്ല. നിന്റെ ഉമ്മയെ സ്നേഹിക്കുന്നത് പോലെ ഭാര്യയുടെ ഉമ്മയെ സ്നേഹിക്കാണ്, നിന്റെ പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ ഭാര്യയുടെ പിതാവിനെ സ്നേഹിക്കാൻ കഴിയാത്തതെന്താ? ഭാര്യ പിതാവ് എന്ന ഒരു കഥാപാത്രം നമ്മുടെ കുടുംബ ജീവിതത്തിൽ അറിയാതെ കിടപ്പുണ്ട്. അമ്മായി അപ്പൻ എന്നൊക്കെ നമ്മൾ പലപ്പോഴും അവജ്ഞതയോടെ തള്ളിക്കളയുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വിവാഹ ജീവിതത്തിൽ നമ്മൾ കാണാത്ത ഒരു കാഴ്ചയതാ. ആരാ ഭാര്യാപിതാവെന്നറിയോ? വിവാഹ ചന്തയിലും മാത്സര്യ ബുദ്ധിയോടെ കോടികളെറിഞ്ഞ് പകട് കളിക്കുമ്പോ ഒരു കല്യാണത്തിന്റെ സദസ്സിന് നമ്മൾ പോയാൽ കാണുന്നതാരെയാ? പാശ്ചാത്യ വേഷവിധാനത്തെ പോലെ ലജ്ജിപ്പിക്കുന്ന പെൺകുട്ടികളുടെ വേഷവിധാനത്തെ, കല്യാണത്തിൽ നടക്കുന്ന ഒപ്പന കല്യാണത്തെ, അവിടെ നടക്കുന്ന ഗാനമേളകളൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഓർമ്മിപ്പിക്കുകയാ, നിക്കാഹ് നടക്കുന്ന സമയത്ത് നമ്മൾ ആരും കാണാത്തൊരു കാഴ്ചയുണ്ട്. അതേതെന്നറിയോ? നിന്റെ ഭാര്യാപിതാവാ പിതാവ്, നിന്റെ ഭാര്യാപിതാവ്, നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ പിതാവ് നിക്കാഹിന്റെ സമയമാകുമ്പോ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ ബഹുമാനനായ സിറാജുദ്ദീൻ ഖാസിമിയുടെ നേതൃത്വത്തിൽ വിവാഹം നടക്കുകയാ. സാക്ഷികളായി മഠത്തിന്റെ പരിപാലന സമിതിയുണ്ട്. ആ സമയത്തെല്ലാം കഴിഞ്ഞ് ഖുത്ബ ഓതി സിറാജുദ്ദീൻ ഖാസിമി വധുവിന്റെ പിതാവിന്റെ കയ്യിലേക്ക് പിടിക്കും, വരന്റെ പിതാവിന്റെ കയ്യിലേക്ക് പിടിക്കും. എന്നിട്ട് അവര് രണ്ടുപേരുടെ കൈയെടുത്തിട്ട് വധുവിന്റെ പിതാവിന്റെ കൈ വരന്റെ കൈവെള്ളയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുകയാ. എന്തിനാ ഇങ്ങനെ ചേർത്ത് വെക്കുന്നതെന്നറിയോ? അതൊരു സത്യപ്രതിജ്ഞയാ. ആ കൈ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോ അന്ന് ഏറ്റവും വലിയ ടെൻഷൻ ആർക്കെന്നറിയോ? വിവാഹത്തിന്റെ സദസ്സിലിരിക്കുന്ന ഭാര്യാപിതാവിന്റെ ഹൃദയത്തിന്റെ വേലിയേറ്റം അറിയോ? അന്ന് അറബിക്കടലിന്റെ തിരമാലക്കല്ല പരിഭ്രാന്ത്, അതിനേക്കാൾ വലിയ തിരമാല നിന്റെ ഭാര്യാപിതാവിന്റെ ഹൃദയത്തിലാ. 18 വയസ്സ് പോലെ കൈവെള്ളയിൽ കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ച എന്റെ പൊന്നുപോൾ, വൈകുന്നേരം വരുമ്പോ മുട്ടായി പൊതിയുമായി ഞാൻ വന്ന പൊന്നുപോൾ, വൈകുന്നേരം വരുമ്പോ ഉപ്പാന്ന് വിളിച്ചിട്ട് എന്റെ അടുക്കലേ
അടുക്കലേക്ക് ഓടി വന്നിട്ട് കരുത്തിനെ കെട്ടിപ്പിടിച്ചു മുത്തം തന്ന എന്റെ പൊന്നുമോൾ ഏത് സമയത്ത് പോയാലും ഫോൺ വിളിച്ചിട്ട് മോളെ ഉപ്പാന്ന് വിളിച്ച് കാത്തിരിക്കുന്ന എന്റെ പൊന്നുമോൾ ഞാൻ ആർക്കു വേണ്ടിയാണോ ചങ്ങനാശ്ശേരി അങ്ങാടിയിലെ കിണ്ടലിന്റെ ചാക്കും തോളിൽ വെച്ചിട്ട് ചുമന്നു പോയത്? ആർക്കു വേണ്ടിയാണോ മത്സ്യം തലയിലെത്തിയിട്ട് നീണ്ടകരയിലൂടെ ഞാൻ ഓടിപ്പോയത്? ആർക്കു വേണ്ടിയാണോ ഗൾഫിന്റെ മണലാറിന്റെ എത്തിരിഞ്ഞാൽ പച്ച സൂര്യന്റെ നാട് പാടുപെട്ടത്? എന്റെ പൊന്നുമോളെ ഞാൻ ഇവന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാ. ഇനി എന്റെ പൊന്നുമോള് കണ്ണുനീര് കുടിക്കുമോ? അവളെ മർദ്ദിക്കുമോ? അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കുമോ? എന്റെ വീട് വിട്ടെന്റെ കൈ വിട്ടെന്റെ ഭാര്യ വിട്ടെന്റെ മക്കളെ വിട്ടിട്ട് എന്റെ പൊന്നുമോളെ ഏൽപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്നോടും നിങ്ങളോടും മുസീക്കും ഞാൻ ആദ്യം എന്നോടും ശേഷം നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. ഭാര്യാപിതാവിന്റെ ഹൃദയമറിയടേ. നമ്മൾ നിക്കാഹ് നടക്കുന്ന സമയത്ത് പറയുന്ന ഒരൊറ്റ വാക്കിന്റെ അർത്ഥം അറിഞ്ഞാൽ മതി. നിങ്ങൾ ആരും നിന്റെ ഭാര്യയോട് മോശമായി പെരുമാറുകയില്ല. എന്താ വാക്കിന്റെ അർത്ഥം എന്നറിയുമോ? ഉസഫ്വിദുക, കൈ പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി പറഞ്ഞു തരും. ഉസഫ്വിദുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹ് ബിഇഹ്സാൻ. ഇനിയെങ്കിലും ഈ അറബി പദത്തിന്റെ അർത്ഥം പഠിക്കണേ. ഓരോ ചെറുപ്പക്കാരോടും ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന കരളിന്റെ കശനമായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും ഈ പറയാൻ പോകുന്ന വാക്കിന്റെ പരമാർത്ഥം പഠിക്കണേ. ഉസവ്വിദുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹ് ബിഇഹ്സാൻ. ഉസവ്വിദുക അലാ മാ അമറല്ലാഹു തആല, അല്ലാഹു കൽപ്പിച്ചതുപോലെ എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരികയാണ്. മിൻ ഇംസാകിൻ ബിമഅറൂഫ്, മിൻ ഇംസാകിൻ ബിമഅറൂഫ്. എന്റെ മകൾക്ക് നിനക്ക് ഇഷ്ടപ്പെടാത്ത ചെറിയ ചെറിയ വൈകല്യം ഉണ്ടാവാം. നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത സാഹചര്യത്തിൽ ജനിച്ചു വളർന്നവരാ. എന്റെ മകൾക്ക് എന്തെങ്കിലും സ്വഭാവത്തിന് ന്യൂനതയുണ്ടെങ്കിൽ അവളോട് തട്ടിക്കളയരുത്, അവളോട് അടിക്കരുത്, അവളെ മർദ്ദിക്കരുത്. നീ അത് മാന്യതയോടെ സഹിക്കണേ. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ നോമ്പ് ഇല്ലെങ്കിലും നോമ്പുള്ളതുപോലെ അഭിനയിക്കുന്നതിനാണ് ഇംസാക്ക് എന്ന് പറയാ. എന്റെ മോളുടെ ചില സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സന്തോഷം മുഖത്ത് കാണിച്ച് ജീവിക്കണേ. അതൊക്കെ അവൾക്ക് പുറത്തു കൊടുക്കണേ. അതല്ല ഔ തസ്രീഹ് ബിഇഹ്സാൻ, ആ ദുസ്വഭാവം നിനക്ക് സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്താണെങ്കിൽ എന്റെ പൊന്നുമോളെ അടിക്കരുത്, എന്റെ പൊന്നുമോളെ ഗ്യാസ് തുറന്ന് വിടരുത്, ഒരാത്മഹത്യാ കുറിപ്പെടുതരുത്. ഞാൻ കട്ടപ്പെട്ടു വളർത്തി എന്റെ പൊന്നുമോള് പിറ്റേ ദിവസം നിന്റെ വീടിന്റെ കിണറിന്റെ ഉള്ളിൽ കാണേണ്ട അവസ്ഥ വരരുത്. ഞാൻ നിന്റെ കയ്യിൽ പിടിച്ചു തന്ന പൊന്നുമോള് നിന്റെ വീട്ടിൽ നിന്ന് ജീവച്ഛവമായി കൊണ്ടുവരേണ്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത്. ഔ തസ്രീഹ് ബിഇഹ്സാൻ, നീ സന്തോഷത്തോടെ നിനക്ക് ഏൽപ്പിച്ചതുപോലെ എന്റെ പൊന്നുമോളെ നീ ഇന്ന് തിരിച്ചേൽപ്പിച്ചേരെ. അവളെനിക്ക് ഒരു അധിക ഭാരമാവില്ല. കെട്ടിച്ചു തന്ന മോളെ നിനക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഭർത്താവേ ഒരു പോരേൽപ്പിക്കാതെ നീ എന്റെ കയ്യിലേക്ക് തിരിച്ചു തന്നേരെ. എന്റെ പൊന്നുമോളി നീ എനിക്ക് അനധിക ഭാരമല്ല. 18 വർഷം ഞാൻ അവൾക്ക് പോറ്റി വളർത്തിയെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് വന്ന് എന്റെ പൊന്നുമോൾ എനിക്ക് അധിക ഭാരമല്ല. കൃഷ്ണമണി പോലെ ഞാൻ അവളെ കാത്തു സൂക്ഷിച്ചോളാം. ഒരു പോറലില്ലാതെ നീ എനിക്ക് തന്നെ തിരിച്ചു തന്നേക്കണേ എന്ന് 100 കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് ഇതൊരു ഉടമ്പടിയാണ് മോനെ. ഈ വാക്കിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇത് പള്ളിക്കല മുരിയാർക്ക് കൈമടക്കി കിട്ടാനുണ്ടാക്കിയ ഏർപ്പാടല്ല. ഇതേതെങ്കിലും പുരോഗമന വാദത്തിന്റെ പടിവാതിൽ വന്നപ്പോ ഇത് പള്ളിക്കല മുരിയാർക്ക് 100 നോട്ട് കിട്ടാനുണ്ടാക്കിയ ചടങ്ങല്ല. ഇതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വാഹദിനമിനും ഇതൊരു ബലിഷ്ഠമായ ഉടമ്പടിയാ, ഇതൊരു ബലിഷ്ഠമായ ഉടമ്പടിയാ. ഖതീബ് പറഞ്ഞു തരില്ല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ. അല്ലാഹുവിനെ സാക്ഷി നിർത്തി, ഹബീബായ മുത്തിനെ സാക്ഷി നിർത്തി, മുഅ്മിനീങ്ങളെ സാക്ഷി നിർത്തിയിട്ട് നീ പറയുന്ന ഉടമ്പടിയാണിത്. ഈ ഉടമ്പടി നീ ലംഘിച്ചു കളഞ്ഞാൽ ഒരു കൗമിയായ
ഒരു സൗന്ദര്യവതിയായ പെണ്ണ് ആകസ്മികമായി ജീവിതത്തിലേക്ക് വരുമ്പോ നിനക്ക് വേണ്ടി നിന്റെ മക്കളെ പ്രസവിച്ചു തന്ന നീ രാവിലെ ഇറങ്ങിപ്പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്നത് വരെ അടുക്കളയുടെ പുകയും കൊണ്ട് നിനക്ക് വേണ്ടി ഭക്ഷണം തുറന്നു വെക്കുമ്പോ കാമുകിയുടെ കൂടെ പന്നനക്ഷത്ര ഹോട്ടലിൽ പോയി വിട്ടാണ് ബോധനം നടത്തി വൈകുന്നേരം തിരിച്ചു വരുമ്പോ കിടപ്പറയിൽ നിന്ന് ഭാര്യയെ മാറ്റി നിർത്തുന്ന കേരളത്തിൽ സൈബർ വിധവകൾ കൂടുകയാണ്. ആരാണ് സൈബർ വിധവ? സൈബർ വിധവ കേരളത്തിലെ പ്രധാനപ്പെട്ട വനിതാ മാനസിന്റെ റിപ്പോർട്ടാണ്. സൈബർ വിധവകൾ കൂടുകയാ. ആരാ സൈബർ വിധവ? അവള് വിധവയല്ല, അവൾക്ക് പഞ്ചായത്തിന്റെ വിധവാ പെൻഷൻ കിട്ടില്ല. എന്നാൽ അവള് വിധവയല്ല, ഭർത്താവുള്ളവളാണ്. ആരാണ് സൈബർ വിധവ എന്നറിയുമോ? ഈ പുരോഗമനത്തിന്റെ നൂറ്റാണ്ട് നമുക്ക് നൽകിയത് ചില പേര് കേൾക്കാത്ത ഉപോൽപ്പന്നങ്ങളെയാ. പാതിരാ സമയത്ത് ഇറങ്ങി വരുന്ന ഭർത്താവിനെ കാത്ത് മക്കളെ കുളിപ്പിച്ചൊരുക്കി അടുക്കളയുടെ അടുക്കളപ്പുറങ്ങളിൽ അടുക്കുകൾ സഹിച്ച് ഭർത്താവിന് ഭക്ഷണവും വെച്ച് കാത്തിരിക്കുന്ന ഭാര്യ. ആ ഭാര്യ വീട്ടിൽ കാത്തിരിക്കുമ്പോ ആരും അറിയാതെ ഇടനാടുകളിലോ ബസ് സ്റ്റാൻഡുകളിലോ നിന്നിട്ട് സ്റ്റെറ്റിലൂടെ തന്റെ പ്രിയപ്പെട്ട കാമുകിയുമായി ചാറ്റ് ചെയ്യുന്ന ഭർത്താവ്. അവള് തന്റെ ഭർത്താവിന് കിടപ്പറയും വിരിച്ച് വീട്ടിൽ കാത്തിരിക്കുമ്പോ അങ്ങാടിക്കവരയിൽ സൈബറിലൂടെ ചാറ്റ് ചെയ്യുന്ന പെണ്ണ് ഭർത്താവ്. ഈ പെണ്ണ് യഥാർത്ഥത്തിൽ വിധവയാണ്. അവളൊരു വിധവയാണ്, സൈബർ വിധവ. അവള് ഭർത്താവിന് വേണ്ടി കിടപ്പറ വിരിച്ചു. അവൻ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ അവന്റെ ഓഫീസിലോ സൈബർ ചാറ്റിങ്ങിലാണ്. ഫോൺ സെക്സിന്റെ രതിസുഖങ്ങൾ ആസ്വദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വാഹദിനമിനുക്കും അള്ളാഹു വലിച്ച വലിക്കമായ ഉടമ്പടിയാണ്. ആ ഉടമ്പടിയുടെ പേരിൽ നാളെ അള്ളാഹുവിനോട് നിങ്ങൾ സമാധാനം പറയേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആ സമയത്ത് പറയുന്ന ഒരു സത്യപ്രതിജ്ഞയുണ്ട്. അതിന്റെ അർത്ഥം പറഞ്ഞാൽ പിന്നെ ഒരാൾ ചെയ്യില്ല. നിനക്ക് വേണ്ടേ? ഓറില്ല, തിരിച്ചേപ്പിച്ചേക്കും. നിനക്ക് കളിക്കാനുള്ളതല്ല വേണം. നമുക്ക് അറബി പദത്തിന്റെ അർത്ഥം അറിഞ്ഞൂടാ. നമ്മൾ ഇങ്ങനെ പറയാൻ കത്തി പറയും ഔവദിത്തുക്ക വാങ്കകുത്തുക്ക. പിന്നെ ആരൊക്കെയാ പറഞ്ഞ അതൊന്നും പറയണ്ട. രണ്ടുപേരും കൂടി പോത്തിനെ കച്ചവടം ചെയ്യണ മാതിരി വാപ്പാന്റെ കയ്യിൽ പുതിയാപ്പിള വിളിച്ചു, നീ എനിക്ക് തന്നു, ഞാൻ എടുത്തു, അൽഹംദുലില്ലാഹ് തോന്നുന്നു. പിന്നെ മുയിലിയാര് പറഞ്ഞു കൊടുത്തിട്ട് പറയിപ്പിക്കണത് എന്തിനാ? ഞങ്ങൾക്ക് പറയാൻ അറിഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മഹാനായ സയ്യിദുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദിനെ അല്ലാഹു മഹാനവറുകളുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഒരു സമ്മാനത്തിൽ മഹാനായ സയ്യിദുൽ ഉലമയോട് ചോദിച്ചു, എന്തിനാണ് നിക്കാഹിന് മുയിലിയാർ പറഞ്ഞു കൊടുക്കുന്നത്? അത് തന്നെ എന്ന് പറഞ്ഞാൽ പോരെ. ആരും മിണ്ടിയില്ല. എന്താ പറയുക? മഹാനായ സയ്യിദുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ്. അതാണ് ചെറുശ്ശേരി ഉസ്താദിന്റെ വിയോഗം കേരളത്തിൽ നഷ്ടമാണ് പത്രങ്ങൾ എഴുതിയത്. മഹാനവറുകൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞ അതെങ്ങനെയാ ശരിയാവുക? ആ സദസ്സിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്, മുനീർ സാഹിബുണ്ട്. ഇതൊത്തിട്ടാലും ഞാൻ UDF സ്ഥാനാർത്ഥിയാണെന്ന് കരുതണ്ട, അവിടെ ഇരിക്കുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായത്. അവരെ രണ്ടുപേരെയും ചൂണ്ടിക്കാണിച്ചിട്ട് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, കഴിഞ്ഞ മന്ത്രിസഭ അധികാരത്തിലേറ്റപ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബിനും മുനീർ സാഹിബിനും മലയാളം വായിക്കാനും അറിയാം, ഇംഗ്ലീഷ് വായിക്കാനും അറിയാം. രണ്ടുപേരും ഡോക്ടർമാരാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇംഗ്ലീഷിന് അറിയാം. ആലപ്പുഴ കടപ്പുറത്തെ മനുഷ്യ കടകാക്കി മാറ്റിയ സമസ്തയുടെ 90ാം വാർഷികത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രസംഗിച്ചത് ദുബൈക്കാർക്ക് വേണ്ടി നല്ല ശുദ്ധമായ ഇംഗ്ലീഷിലാണ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം. മുനീർ സാഹിബ് ഡോക്ടറേറ്റുള്ള ആളാണ്. ഇവര് രണ്ടുപേരും മന്ത്രിസഭയിൽ അധികാരമേറ്റപ്പോ ഇവര് മന്ത്രിമാരായി പോകുമ്പോ ഗവർണർ ഇവർക്ക് സത്യപ്രതിജ്ഞയുടെ വാദം ചൊല്ലിക്കൊടുത്തു. അവരത് ഏറ്റു പറഞ്ഞു. അവർക്ക് സ്വന്തമായിട്ട് പറയാൻ അറിയാത്തത് കൊണ്ടാണോ? ചില പ്രത്യേകമായ മഹത്വമായ കർമ്മങ്ങളിൽ കുറെ ആളുകൾ, അതിനേക്കാൾ പദവിയുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കും, മറ്റുള്ളവർ ഇത് ഏറ്റു പറയും. അത് ഓരോ പ്രവർത്തനത്തിന്റെയും ചടങ്ങിന്റെയും മഹത്വം അനുസരിച്ചിട്ടാണെന്ന് മറുപടി പറഞ്ഞു. കാലം കണ്ട തുല്യതയില്ലാത്ത മഹാമനീഷി സയ്യിദുൽ ഉലമാ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. അല്ലാഹു മഹാനവറുകളുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഇത് പള്ളിക്കല മുയിലിയാർക്ക് 100 രൂപ കിട്ടാൻ വേണ്ടിയല്ല. അത് അള്ളാഹ് നിശ്ചയിക്ക് കിട്ടും, കിട്ടാതിരിക്കുമ്പോ പുത്രമായ പോലും. പക്ഷേ ആ സമയത്ത് പറയുന്ന അറബി പദത്തിന്റെ വാക്ക് അർത്ഥം മനസ്സിലാക്കിയാൽ പെണ്ണിനെ നിനക്ക് വേണ്ടേ? ഒരു പുറമേൽപ്പിക്കാതെ വാപ്പാണെങ്കിൽ തിരിച്ചേൽപ്പിച്ചെങ്കിൽ എനിക്ക് ഇവിടെ വേണ്ട, ഇവളുടെ സ്വഭാവം മോശമാണ്. പിന്നെ അവിടെ ഞാൻ അടിക്കണത് ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അതുപോലെ ഒരു മുസ്ലിം ലോകചരിത്രത്തിൽ അവസാനം വളയും മാറി എന്തെങ്കിലും തന്നെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ബീവി ചോദിച്ചു, നബിയെ ആണുങ്ങളിൽ ഏറ്റവും ഇഷ്ടമാരോടാണ്? അബൂക്കി, എന്റെ വാപ്പായോടാണ് മോളെ. സന്തോഷമായി. നമ്മൾ നമ്മുടെ ഭാര്യയുടെ വാപ്പായോട് എത്ര സ്നേഹമുണ്ട് നമുക്ക്. ഇത് കുടുംബം എന്ന് പറഞ്ഞാൽ
ഭാര്യയ്ക്ക് തിന്നാൻ കൊടുക്കൽ മാത്രമല്ല, മക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, അവളിലൂടെയുള്ള കുടുംബ ബന്ധം, നമ്മളിലൂടെയുള്ള കുടുംബ ബന്ധം. അതേപോലെ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ വാപ്പായോട് എത്ര സ്നേഹമുണ്ട്, ഭർത്താവിന്റെ ഉമ്മയോട് എത്ര സ്നേഹമുണ്ട്. 10-25 വർഷം നയിക്കുമ്പോഴങ്ങൾക്ക് കൈയും കാലും വെച്ച മാതിരി വാപ്പായും ഉമ്മയുടെ കട്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ശരീരം നിന്റെ കയ്യിൽ കിട്ടുമ്പോ പിന്നെ ഉമ്മാക്കൊന്നും പച്ചവെള്ളം കൊടുത്തുകൂടാ, പിന്നെ ഉപ്പാക്കൊന്നും കൊടുത്തുകൂടാ. അങ്ങനെ കൊടുത്താൽ പിന്നെ നമ്മുടെ മക്കള് പട്ടിണിയിലാവൂലേ എന്നാണ് ആളുകളുടെ ന്യായം. പെണ്ണിന്റെ ന്യായം എന്താണെന്നറിയാവോ? നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും ഇങ്ങനെ കൊടുത്ത ഈ മക്കള് പാളെ കിടക്കുന്നതേ ഉള്ളൂ, ഇവര് വളരുമ്പോ പട്ടിണിയാവൂലേ. എടി പൊട്ടി, അങ്ങനെ എങ്ങാനും ഇവന്റെ ഉമ്മ ചിന്തിച്ചിരുന്നെങ്കിൽ പിന്നെ നിനക്ക് ഈ ഭർത്താവിനെ കിട്ടുമായിരുന്നു. പച്ച പൊട്ടികളെ, അങ്ങനെയാണ് അവളുടെ ഉമ്മ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഭർത്താവിന് നിനക്ക് കിട്ടുമായിരുന്നു. നമ്മുടെ ന്യായങ്ങൾ അങ്ങനെയാണ്. എല്ലാം അങ്ങോട്ട് കിട്ടുക ഇങ്ങോട്ട് കിട്ടാൻ പോലെ രണ്ടും ബെസ്റ്റാണ്. കല്യാണം കഴിച്ചതോടുകൂടി ഉമ്മയും മാപ്പയും ഇല്ലാതാകുമോ? ഞാൻ ഒരിക്കൽ എന്റെ ഭാര്യയോട് ചോദിച്ചു, നിനക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ്? അവൾ എന്നോട് ചോദിച്ചു, എന്റെ ഉമ്മയോട്. എന്റെ ഉമ്മാടല്ല, അവളുടെ ഉമ്മ. ഞാൻ അപ്പോ ഞാൻ ചോദിച്ച അതെന്താ? അവൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ ഉമ്മ പാപ്പ മരിച്ചു, അള്ളാഹുത്തിന്റെ കബറിടം വിശാലമാക്കണം. കല്യാണം കഴിച്ചു തരുമ്പോ എനിക്ക് 55 കിലോ തൂക്കമുണ്ട്. ഇപ്പൊ 2 മക്കളെയും പ്രസവിച്ചപ്പോ ഇപ്പൊ 57 കിലോ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കൂടെ വന്നിട്ട് 2 കിലോ ഇറച്ചി കൂടിയുള്ളൂ, 55 കിലോ ഇറച്ചി ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യായമല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കലഹിക്കാനും പിണങ്ങാനുമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ പറഞ്ഞു, മോളെ നിന്റെ വാപ്പയാണ്, തീർന്നു, വിഷയം തീർന്നു. വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇന്ന് നമുക്കിതിന് സമയമില്ലാതെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ മക്കളെ വളർത്താൻ, നമ്മുടെ ഭാര്യയോട് സംവദിക്കാൻ നമ്മൾ രാവിലെ ഇറങ്ങാൻ നല്ല കതറാക്കി, നല്ല കതർ പശയൊക്കെ മുക്കി നല്ല കതറിട്ടവരോടല്ലേ എന്നോടാ പറഞ്ഞത്. ഞാൻ ഏറ്റവും കൂടുതൽ പശ മുക്കുന്ന ആളാണ്. കേരളത്തിൽ ആദ്യമായിട്ട് പശ മുക്കിയിട്ട് ചുപ്പിടാൻ തുടങ്ങിയ ആള് ഞാനാണ്. അതുകൊണ്ട് എന്നെ എപ്പോഴും ഹൈടെക് വാക്കവി എന്ന് വിളിക്കും. അങ്ങനെ കുറെ ചീത്തക്കാരൊക്കെ എനിക്ക് നല്ല സന്തോഷം. അപ്പോ നന്നായിട്ട് വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഈമാന്റെ ഭാഗമാണ്. ഖുർആനിലെ 2ാമതിറങ്ങിയ സൂറത്ത് യാ അയ്യുഹൽ മുദ്ദത്തിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ സൂറത്ത് ഇഖ്റ